ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ നമ്മൾ +1 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള സെക്ഷനായ നമ്മുടെ ഓർഗാനിക്കാണ്. ഓർഗാനിക്കിൻ്റെ 2 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അധികം ഗ്യാപ്പൊന്നുമില്ല, ഒരു ദിവസത്തെ ഗ്യാപ്പാണ് കിട്ടിയേക്കുന്നത്. +2 ആണെങ്കിൽ 6ഉം 7ഉം ദിവസത്തെ ഗ്യാപ്പ് ഓരോ സബ്ജക്റ്റിൻ്റെ ഇടയ്ക്കുണ്ട്. നമുക്ക് മാത്രമാണ് പണി കിട്ടിയേക്കുന്നത്. മോഡലിന് ഇങ്ങനെ തന്നെയായിരുന്നു, 2 എക്സാമുക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അത്രത്തോളം ബുദ്ധിമുട്ടാണ്. നമുക്ക് മോഡലിനൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം എന്താ എക്സാമിന് മെയിൻ എക്സാംസിന് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ദിവസമൊക്കെ ഉള്ളൂ ഗ്യാപ്പ്. അപ്പം ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ, അപ്പം ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള, നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഓർഗാനിക്കിൻ്റെ, എന്നാൽ ഏറ്റവും എളുപ്പമാണ് ഓർഗാനിക്ക്, നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓർഗാനിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 15 കാര്യങ്ങളും പഠിച്ചിട്ട് പോയ ഒരാൾക്ക് ഓർഗാനിക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും, നിങ്ങൾക്ക് ഓർഗാനിക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ആ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്രയും കോൺഫിഡൻറ്റോട് കൂടിയാണ് നമ്മൾ ഈ 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത 15 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഓർഗാനിക്കിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ ഇപ്പോൾ എന്താ ജസ്റ്റ് ഒരു 1.5 മണിക്കൂറോട് നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കണ്ട് ഓർഗാനിക്കിൽ നിന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തേക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 101% ഷുവറാണ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിൽ ഒരു കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ നെയിമിംഗ് ആണ്. അത് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി നെയിമിംഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നെയിമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ നെയിമിങ്ങിനെ പഠിച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നെയിമിങ്ങിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തതാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 2ാമത്തെ ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററാണ്. ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറായിട്ടും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഈ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഏതൊക്കെ സെക്ഷനിലാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതൊക്കെ സെക്ഷൻസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്നാണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനുശേഷം അതിൽ ഓരോന്നും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം, എത്ര മാർക്കിനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതാണ് ബാക്കി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് നിങ്ങൾ ഹൈഡ്രോ കാർബൺസിലെ 4 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ടും പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ആൾ ആൽക്കെയിനാണ്, 2ാമത്തെ ആൾ ആൽക്കീനാണ്, 3ാമത്തെ ആൾ ആൽക്കൈൻ, 4ാമത്തെ ആൾ ബെൻസീൻ. ഈ 4 കാര്യങ്ങളുമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 4 കാര്യങ്ങളും പഠിച്ചു വെക്കണം, ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ ബെൻസീൻ 4 ഇതല്ല നിങ്ങൾ പഠിക്കണം. ഈ 4ൽ നിന്നും സെലക്ട് ചെയ്ത് കുറച്ച് ടോപ്പിക്സ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. പലരും പറഞ്ഞു കാണും ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെ വാല്യുവേഷൻ കുറച്ചും കൂടെ ടൈറ്റ് ആയിരിക്കും. അതായത് കുറച്ചും കൂടെ ടൈറ്റായിട്ടേ അവർ മാർക്ക് എടുത്തോളൂ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഈ വർഷമുള്ളൂ. ക്വസ്റ്റ്യൻ പാറ്റേണിനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ രീതികൾക്കോ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ വാല്യുവേഷൻ കുറച്ചും കൂടെ ടൈറ്റാകും. അത് ഓൾറെഡി അധ്യാപകർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കഴിഞ്ഞു, വാല്യുവേഷൻ കുറച്ചും കൂടെ ടൈറ്റ് ആക്കണമെന്നുള്ളത്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. അത് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. പാറ്റേൺ എല്ലാം പഴയ കണക്ക് തന്നെയായിരിക്കും, ടോപ്പിക്സ് ചോദിക്കുന്നതും പഴയ കണക്ക് തന്നെയായിരിക്കും. പുതുതായിട്ടൊന്നും ചോദിക്കാനില്ല, കാരണം റിപ്പീറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ മാക്സിമം പഠിക്കുക, ഒരു ദിവസമേ ഉള്ളൂ, മാക്സിമം പഠിച്ച് തീർക്കുക പറ്റും. അതുകൊണ്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആൽക്കെയിൻസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത്തത് വുഡ്സ് റിയാക്ഷൻ. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. വുഡ്സ് റിയാക്ഷൻ നിങ്ങൾ 2 രീതിയിലാണ് പഠിക്കേണ്ടത്. ഒന്ന്, എന്താണ് വുഡ്സ് റിയാക്ഷൻ എന്ന് എഴുതാൻ അറിഞ്ഞിരിക്കണം. 2, വുഡ്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ തന്നാൽ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, രണ്ടാമത്തത് 2 റിയേജൻറ്റ്, ഒന്ന് NaOHും CaOയും. ഇത് ഡീകാർബോക്സിലേഷൻ നടത്തുന്ന റിയേജൻ്റ് ആണ്. ഇത് രണ്ടാമത്തത് സിങ്ക് ബാർ NaOHും CaOയും. മൂന്നാമത്തേന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് നമ്മുടെ കോപ്സ് ഇലക്ട്രോളിസിസ്.
ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത്, അതായത് ആൽക്കൈൻസിനകത്ത് വുഡ്സ് റിയാക്ഷൻ കൂടാതെ NaOH CaO പിന്നെ കോപ്സ് ഇലക്ട്രോളിസിസ്. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് കൺഫർമേഷൻസ് ആണ്. കൺഫർമേഷൻസ് നമുക്ക് ആൽക്കൈൻസിനകത്ത് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ജസ്റ്റ് കൺഫർമേഷൻ പഠിച്ചാൽ മാത്രം മതി, വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സെക്ഷൻ അല്ല. കൺഫർമേഷൻ 2 നമുക്ക് പഠിക്കാനുള്ളൂ, അത് 2 മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് അല്ലാതെ കുറച്ച് റിയാക്ഷൻസ്, അത് ഞാൻ എന്താണെന്നുള്ളത് ടൈം ആകുമ്പോഴത്തേക്ക് പറഞ്ഞു തരാം. ഈ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് ചിലപ്പം അവിടെ നമ്മൾ പറയില്ല, ചിലപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു കൺവേർഷൻ പോലാണ്. എന്താണെന്ന് അപ്പം പറയാം. രണ്ടാമത്തത് ആൽക്കീനാണ്. ആൽക്കീൻസിൻ്റെ കേസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന്, ആൽക്കീൻസിനകത്ത് ജോമെട്രിക്കൽ ഐസോമറിസം ഒന്ന് ഓർത്ത് വെച്ചേക്കും. അത് സ്ഥിരം നമുക്ക് ചോദിക്കുന്നതാണ് ജോമെട്രിക്കൽ ഐസോമറിസം. അത് 2 ആൾക്കാരെയാണ് അവർ സ്ഥിരം ചോദിക്കുന്നത്. ആ 2 ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ജോമെട്രിക്കൽ ഐസോമറിസം. രണ്ടാമത്തെ ആൽക്കൈൻസിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഓസോണുമായിട്ടുള്ള ആൽക്കീൻസിൻ്റെ റിയാക്ഷൻ. രണ്ടാമത്തത് നമ്മളുടെ HBr റിയാക്ഷൻ. ഈ HBr റിയാക്ഷനിലാണ് നമുക്ക് മാർക്കോണിക്സ് ഓഫും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളൊക്കെ വരുന്നത്. അത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നൊരു ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത്, ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷൻ സൈഡിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ലില്ലാർഡ്സ് കാറ്റലിസ്റ്റ് എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്തായാലും ലില്ലാർഡ്സ് കാറ്റലിസ്റ്റ് എന്താണെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് ആൽക്കഹോളിക് KOH എന്താണെന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. ആൽക്കഹോളിക് KOH, ദെൻ കോൺസെൻട്രേറ്റഡ് H2SO4. ഇതെല്ലാം ആൽക്കീൻസിൻ്റെ സെക്ഷനിൽ നിന്ന് വരുന്നതാണ്. O3, HBr ഇത് 2 ആൽക്കീൻസിൽ നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഇനി അല്ലാതെ കുറച്ച് റിയാക്ഷൻസ്. ഇത്രയുമാണ് നമുക്ക് ആൽക്കീൻസിൻ്റെ സൈഡിൽ നിന്ന് വേണ്ടത്. ഇനി ആൽക്കൈനാണ്. ആൽക്കൈൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് എഴുതാം. ഒന്ന്, കാൽഷ്യം കാർബൈഡിൽ നിന്നുള്ള ആൽക്കൈനിൻ്റെ പ്രിപ്പറേഷൻ. സ്ഥിരം ചോദിക്കുന്നത് ആ റിയാക്ഷൻ തന്നെയാണ്, നമുക്കങ്ങനെ വേറെ ഇതൊന്നും ചോദിച്ചിട്ടില്ല. കാൽഷ്യം കാർബൈഡിൽ നിന്നുള്ള റിയാക്ഷനാണ്. പിന്നെ വേണ്ടത് ആൽക്കൈൻ്റെ അസിഡിറ്റിയാണ്. ആൽക്കൈൻസിൻ്റെ അസിഡിറ്റി ബേസ് ചെയ്തിട്ട് ഒരുപാട് വട്ടം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ആൽക്കൈൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ, ഈ 3 കാര്യങ്ങൾ മാത്രം ആൽക്കൈൻസിൻ്റെ കേസിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഈ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആൽക്കൈൻസിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു 3-4 റിയാക്ഷനുണ്ട്. ആ റിയാക്ഷൻസ് മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അല്ല നിങ്ങൾ വാരി പഠിച്ചിട്ട് പഠിക്കണമെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി ബെൻസീൻ്റെ കേസിൽ ഒന്ന്, ബെൻസീൻ്റെ പ്രിപ്പറേഷനാണ്. 2, ബെൻസീൻ്റെ അഡിഷൻ റിയാക്ഷനാണ്. ഒരു 3 അഡിഷൻ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അഡിഷൻ റിയാക്ഷനാണ്. അടുത്തത് ബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളും പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ഹൈഡ്രോ കാർബണിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അത് 101% ഷുവറാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ടിനകത്ത് ഉൾപ്പെടുത്തണം. പഠിക്കുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. നമ്മളിതാ ഈ ഓരോ കാര്യങ്ങളും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. എന്ത് പഠിക്കണം, എങ്ങനെ നിങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതാ ഇനി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കൈൻസിനെ പറ്റിയാണ്. അതിനുശേഷം ആൽക്കീൻ, അതിനുശേഷം ആൽക്കൈൻ, ദെൻ അതിനുശേഷം ബെൻസീൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. അപ്പം ഞാൻ ഈ ആൽക്കൈൻസിന് ജസ്റ്റ് ഒന്ന് താഴോട്ട് എഴുതുകയാണ്, ഇങ്ങോട്ട് എഴുതുകയാണ് കേട്ടോ. ആൽക്കൈൻസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാൽഷ്യം കാർബൈഡ് വഴിയുള്ള ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷനാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. പിന്നെ ആൽക്കൈൻസിൻ്റെ അസിഡിറ്റി, ദെൻ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. കാരണം കൂടുതൽ നമുക്ക് ചോദിക്കുന്ന അത് തന്നെയാണ്. അതുകൊണ്ട് വെറുതെ വാരി വലിച്ചിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആദ്യം ആൽക്കൈൻസ് ആണ്. ആൽക്കൈൻസിൽ നമുക്ക് ഒരുപാട് വട്ടം ചോദിച്ച് കാണുന്നൊരു ടോപ്പിക്കാണ് വുഡ്സ് റിയാക്ഷൻ. അത് എക്സാമിന് നമ്മൾ 2008 മുതൽ അല്ലെങ്കിൽ 2000 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വുഡ്സ് റിയാക്ഷൻ ചോദിക്കാത്ത ഒരു എക്സാം പോലും നമുക്ക് വന്നിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ. അത് അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. 2 രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒന്നാമത്തെ രീതി വുഡ്സ് റിയാക്ഷൻ എന്താണെന്നും പറഞ്ഞ് ചോദിക്കാം. വാട്ട് യു മീൻ ബൈ വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വുഡ്സ് റിയാക്ഷൻ ഇന്നതാണ്, ആൽക്കൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ നമുക്ക് എന്ത് കിട്ടും, ആൽക്കെയിൻ കിട്ടും. ഇതാണ് വുഡ്സ് റിയാക്ഷൻ. എന്നൊരു എക്സാമ്പിളും കൂടി എഴുതി വെച്ചേക്കുക. അങ്ങനെ ചോദിക്കുന്നത് ഭയങ്കര കുറവാണ്. അങ്ങനെ ഒരുപാട് വട്ടമൊന്നും നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇത്രയും വർഷത്തിനിടയ്ക്ക് 3-4 വട്ടം മാത്രമേ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. എന്താണ് വുഡ്സ് റിയാക്ഷൻ ചോദിച്ചാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതല്ലാതെ ചോദിക്കുന്നതാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. അതല്ലാതെ ചോദിക്കുന്നത് ഇക്വേഷൻ മാത്രം തരും, എന്നിട്ട് പ്രോഡക്റ്റ് എഴുതാൻ പറയും. അതാണ് നമുക്ക് കൂടുതലും ഈ സെക്ഷനിൽ നിന്നെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ മാത്രം തന്നിട്ട് എങ്ങനെ വുഡ്സ് റിയാക്ഷൻ എഴുതാം അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ വുഡ്സ് റിയാക്ഷൻ ആണ്. എങ്ങനെയായിരിക്കും വുഡ്സ് റിയാക്ഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. CH3 CH2Br അല്ലെങ്കിൽ വേണ്ട കുഞ്ഞാളെ തന്നെ ആദ്യം എടുക്കുക. Br, then സോഡിയം, then ഡ്രൈ ഈതർ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സോഡിയം ഡ്രൈ ഈതർ എന്നുണ്ടെങ്കിൽ അത് വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. അത് പ്രത്യേകം മനസ്സിലാക്കുക. സോഡിയം ഡ്രൈ ഈതർ ഉണ്ടോ, അപ്പോൾ ആദ്യമേ മൈൻഡിൽ വെച്ചേക്കുക സോഡിയം ഡ്രൈ ഈതർ ആണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ ഇന്നത് ചെയ്യണം, കളഞ്ഞേക്കുക, അങ്ങ് മായിച്ചേക്കുക, പോകുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ഓക്കെ, അടുത്തത് CH3 CH2Br സോഡിയം ഡ്രൈ ഈതർ. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, 2CH3Br + 2Na ഡ്രൈ ഈതർ. അവർ ഭയങ്കര ഉടായ്പാണ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഇങ്ങനെ ചോദിക്കാം ചിലപ്പോൾ, CH3Br + Na 2Na + BrCH3 ഡ്രൈ ഈതർ. ഞാൻ പറയാം വേറെ ഉടായ്പ ഇങ്ങനെ, CH3 CH2Br + 2Na + BrCH2 CH3 ഡ്രൈ ഈതർ. ഇതെല്ലാം വുഡ്സ് റിയാക്ഷൻ അവന്മാർ ചോദിക്കുന്നത്. ഈ ഒരൊറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ അവന്മാർ ചോദിക്കൂ. അത് മാത്രമേ അവന്മാർക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഡെഫിനിഷൻ മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. അത് പക്ഷേ നമുക്ക് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ വുഡ്സ് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. സിമ്പിൾ സാധനമാണ്. ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണ്, സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇത്രയും മാത്രം ആൽക്കെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയും മാത്രം പഠിച്ചത് വുഡ്സ് റിയാക്ഷനകത്ത് ആൽക്കൈൽ ഹാലൈഡ് ഡെഫിനിഷൻ ഇങ്ങനെ അങ്ങ് പഠിക്കുക. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്ത് കിട്ടും, ആൽക്കെയിൻ കിട്ടും. ഇതാണ് വുഡ്സ് റിയാക്ഷൻ ഡെഫിനിഷൻ. ചുമ്മാ വാരി വലിച്ചിട്ട് പഠിക്കാനോ നിൽക്കൊന്നും വേണ്ട. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ നമുക്ക് എന്ത് കിട്ടും, ആൽക്കെയിൻ കിട്ടും. ഇതാണ് വുഡ്സ് റിയാക്ഷൻ. വെറുതെ വാരി വലിച്ചിട്ട് പഠിക്കേണ്ട. ഇനി ആൻസർ എഴുതുന്നിങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. HSS.live കയറിയിട്ട് നമ്മുടെ ഹൈഡ്രോ കാർബണിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ആ HSS.live ഏത് വർഷം തൊട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ അത് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വീഡിയോ കണ്ടതിന് ശേഷം അത്രയും കോൺഫിഡൻറ്റോടെ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആൻസർ എങ്ങനെ എഴുതുന്നത് നോക്കാം. സോഡിയവും ഡ്രൈ ഈതറുമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആൽക്കൈൽ ഹാലൈഡ് തരും, കാർബണും ഇവിടെ ഹാലജൻ ബ്രോമിനാണ്. ബ്രോമിനോ ക്ലോറിനോ എന്ത് വേണമെങ്കിലും തരാം, ക്ലോറിനോ അയഡിനോ എന്ത് വേണമെങ്കിലും തരാം. ഇവിടെ നമുക്ക് ബ്രോമിനാണ് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ബ്രോമിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. അതുകൊണ്ട് ഞാനിവിടെ ക്ലോറിൻ എടുക്കാം. ബ്രോമിൻ മാത്രമേ വരുത്തുള്ളൂ എന്നൊക്കെ ഡൗട്ടൊക്കെ വരും. ക്ലോറിൻ വരാം, അയഡിൻ വരാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പം ചെയ്യേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര എണ്ണമുണ്ട് ഇത് കണ്ടോ, 2Na, ഇവിടെ ഒരു CH3Br, ഇവിടെ ഒരു BrCH3, ഇവിടെ CH3 CH2Br, ഇവിടെ 2Na, ഇവിടെ BrCH2CH3. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യും. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹാലജനെ ഏതെങ്കിലും ഒരാളെ എടുക്കും. ഒറ്റ ഒരാൾ. എളുപ്പമുള്ള വഴിയാണേ പറയുന്നത്. എളുപ്പമുള്ള വഴിയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം ഈ ഹാലജനെ അങ്ങ് മാറ്റിയിട്ട് ഈ CH3 അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. ഒന്നും കൂടെ അങ്ങ് എഴുതിയേക്കും. അപ്പോൾ എന്ത് കിട്ടും, CH3 സിംഗിൾ ബോണ്ട് CH3. ഇതായിരുന്നു BR-നെ നമ്മളങ്ങ് മാറ്റി എടുത്തേക്ക് നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ BR-നെ വട്ടോട്ട് BR-നെ അങ്ങ് മാറ്റുക, എടുത്തേക്ക് നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. CH3 സിംഗിൾ ബോണ്ട് CH3. കൂടെ കിട്ടുന്ന ആൾ ഈ NAയും BR-ഉം കൂടെ ചേർന്ന് എന്ത് കിട്ടും, NaBr. ഇതാണ് വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, അടുത്തതിലോട്ട് പോകുന്നു. എവിടെ സോഡിയം ഡ്രൈ ഈതർ വുഡ്സ് റിയാക്ഷൻ. ഓർമ്മയുണ്ട്, വുഡ്സ് റിയാക്ഷനാണ്. ഈ ഹാലജനെ അങ്ങ് മാറ്റുക, എടുത്തേക്ക് നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. എടുത്തേക്ക് നാളെ CH3 CH2
CH3CH2. ഇതാണ് ഒരാൾ. ഇതിനെ അങ്ങ് റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇതിനെ ഇങ്ങനെ കിടക്കുന്ന ആളെ തിരിച്ചിടുക. ഇങ്ങനെ കിടക്കുന്ന ആളെ തിരിച്ചിടുമ്പോൾ എന്താവും? ഇങ്ങനെ കിടക്കുന്ന ആൾ തിരിഞ്ഞു പോകുമ്പോൾ ആദ്യം ആര് വരും? CH2 വരും. CH2 പിന്നെ ആരാ? CH3 പ്ലസ് എണ്ണയും BRും കൂടെ ചേർന്ന് NaBr. എളുപ്പമാണല്ലോ, കഴിഞ്ഞു. സിമ്പിൾ സാധനം. സോഡിയവും ഡ്രൈതർ വുഡ്സ് റിയാക്ഷനാണ്. ആരെ മാറ്റണം? ഹാലജനെ മാറ്റണം. Cl ആണ് ഇവിടുത്തെ ഹാലജൻ. എടുത്തേക്ക് നാളെ CH3 രണ്ടെന്നൊക്കെ എഴുതിയേക്കുന്നു. അത് നിങ്ങൾ കാര്യമാക്കണ്ടേ? CH3 എടുത്തേക്ക് നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. എന്ത് കിട്ടും? CH3 എടുത്തേക്ക് നാളെ തിരിച്ചിടുക. അപ്പോൾ എന്ത് കിട്ടും? CH3 എണ്ണയും Cലും കൂടെ ചേർന്ന് NaCl. സിമ്പിൾ ആണല്ലോ. ഇവിടെ നോക്കിക്കേ. CH3 Br Na Br CH3 എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ കൊടുത്തേക്കുന്നു. എണ്ണയും ഡ്രൈതറുമാണ്, വുഡ്സ് റിയാക്ഷനാണ്. ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, രണ്ടും ഒരാൾ തന്നെയാണ്. തിരിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ. CH3 Br തിരിച്ചിടുമ്പോഴാണ് Br CH3 കിട്ടുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഹാലജനെ അങ്ങ് മാറ്റുക. എടുത്തേക്ക് നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. എടുത്തേക്ക് നാളെ ആരാ? CH3 തിരിച്ചിട്ടേ CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് എണ്ണയും BRും കൂടെ ചേർന്ന് NaBr. ഇനി ഇവിടെ നോക്കിക്കേ. സോഡിയം ഡ്രൈതർ വുഡ്സ് റിയാക്ഷൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒന്ന് മതി നമുക്ക്. ഹാലജനെ മാറ്റുന്നു. ഹാലജൻ Br ആണ്. Brനെ മാറ്റുന്നു. എടുത്തേക്ക് നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. CH3CH2 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്താ? CH3CH2 ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന ആളെ നമ്മൾ തിരിച്ചിടണം. ഇങ്ങനെ കിടക്കുന്ന ആളെ ഞാനിങ്ങനെ തിരിച്ചിടുമ്പോൾ ആദ്യം വരുന്നത് CH2 ആണ്. പിന്നെ CH3 എടുത്തോളൂ. CH2CH3 പ്ലസ് എണ്ണയും BRും ആണ് പോകുന്നത്. സോ NaBr കഴിഞ്ഞു. വുഡ്സ് റിയാക്ഷൻ കഴിഞ്ഞു. സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് വുഡ്സ് റിയാക്ഷൻ. അതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ എടുത്ത് തന്നത്. മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകും. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഓക്കെ, മനസ്സിലാവാത്തൊരു പോസ് ചെയ്ത് വീണ്ടും റിവൈൻഡ് ചെയ്ത് വീണ്ടും കണ്ട് മനസ്സിലാക്കുക. സിമ്പിൾ സാധനം. സോ വുഡ്സ് റിയാക്ഷൻ കഴിഞ്ഞു. ഇനി വുഡ്സ് റിയാക്ഷനിലൊരു ഡൗട്ട് വരരുത്. ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കരുത്. വുഡ്സ് റിയാക്ഷൻ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വുഡ്സ് റിയാക്ഷൻ വായിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളത് നമ്മുടെ ആൽക്കേനിലെ ഒന്നാമത്തെ കാര്യം പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചു, ഞാനും പഠിച്ചു, നിങ്ങളും പഠിച്ചു. വുഡ്സ് റിയാക്ഷൻ സിമ്പിൾ സാധനമാണ് അല്ലേ? അപ്പോൾ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വേണം, ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഓക്കെ, മനസ്സിലാക്കി അങ്ങ് വെച്ചേക്കുക. പിന്നെ ബാക്കി കാര്യങ്ങളോ സംസാരമൊന്നുമില്ല, മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. വുഡ്സ് റിയാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് NaOH ആണ്. NaOH⁻CO. രണ്ടാമത്തത് കോപ്സ് ഇലക്ട്രോളിസിസ് ആണ്. കോപ്സ് ഇലക്ട്രോളിസിസ്. വുഡ്സ് റിയാക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സിങ്ക് ബാർ ഡൈലൂട്ട് HCl ആണ് കേട്ടോ. അത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. നമുക്ക് ചെയ്യാം. NaOH⁻CaOയും കോപ്സ് ഇലക്ട്രോളിസിസും. ഇത് രണ്ടും ഞാൻ അടുത്തടുത്ത് എഴുതാൻ കാരണം രണ്ടും ഏകദേശം ഒരാളിൽ തന്നെ നടക്കുന്നത്. ഒറ്റ ഒരാളിൽ തന്നെയാണ് രണ്ട് റിയാക്ഷൻ നടക്കുന്നത്. അതിൽ NaOH⁻CaO ആണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക, അവിടെ ഒരു ടേം നമ്മൾ പറയും. അത് ഇതാണ് ടേം. ഈ ടേമിൻ്റെ പേര് ഡീകാർബോക്സിലേഷൻ എന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എലിമിനേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എലിമിനേഷനെയാണ് നമ്മൾ ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നത്. പല വർഷങ്ങളിലും ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്ഷൻ എ ഐഡൻറ്റിഫൈ ദി പ്രൊഡക്റ്റ്, ഓപ്ഷൻ ബി നെയിം ദി പ്രോസസ്സ്. നെയിം ദി പ്രോസസ്സ് ചെയ്താൽ ഡീകാർബോക്സിലേഷൻ ആണ്. ഇയാളെ നമ്മളൊരു പേര് വിളിക്കും. ഇയാളുടെ പേരാണ് സോഡാലൈൻ. NaOH⁻CaO സോഡാലൈൻ. ഇതാണ് ഡീകാർബോക്സിലേഷൻ ആണ് നടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എലിമിനേഷനാണ്. കോപ്സ് ഇലക്ട്രോളിസിസിൽ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് കോപ്സ് ഇലക്ട്രോളിസിസ് കൂടുതലും ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് തരുന്നത്. അതായത് ഇക്വേഷൻ തരും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ, കോപ്സ് ഇലക്ട്രോളിസിസ് ആണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ്റെ ആരോയ്ക്ക് മുകളിൽ ഇലക്ട്രിസിറ്റിന്നോ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്നോ കാണും. ആരോയ്ക്ക് മുകളിൽ ഇലക്ട്രിസിറ്റിന്നോ ഇലക്ട്രോളിസിസോ ഒന്നോ ഉണ്ടെങ്കിൽ അത് ഏത് റിയാക്ഷനാണ്? കോപ്സ് ഇലക്ട്രോളിസിസ് ആണ്. അപ്പം ആ കോപ്സ് ഇലക്ട്രോളിസിസ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് തന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ രണ്ടും പറയാൻ പോവുകയാണ്. NaOH⁻CaOയും കോപ്സ് ഇലക്ട്രോളിസിസ്. അതിൽ NaOH⁻CaO ആണ് ആദ്യം പറയാൻ പോകുന്ന. സോഡാലൈം എന്നാണ് വിളിക്കുന്നത്. ഡീകാർബോക്സിലേഷനാണ് നടക്കുന്ന. കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യും. ഇത് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ചെയ്യുന്നത് നമ്മൾ വേറെ രീതിയിൽ. CH3
COONA NaOH ബാർ CaO. വേറൊന്നും നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ഇക്വേഷനകത്ത് NaOH CaO എന്നുണ്ടോ? ഉണ്ടെങ്കിൽ സോഡ ലൈമാണ്, ഡീകാർബോക്സിലേഷനാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും. ഓക്കെ, വേറെ ഒന്നിനെ പറ്റി നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യുക. NaOH CaO ആണെങ്കിൽ ഇതാ COONA നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് കാണും. അതിനെ അങ്ങ് മാറ്റിയിട്ട് പകരം എന്തിനെ കൊടുക്കുക? ഹൈഡ്രജനെ കൊടുക്കുക. COONA നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് കാണും. എന്താണെങ്കിൽ NaOH ബാർ CaO എന്നാണെങ്കിൽ ക്വസ്റ്റ്യനകത്ത് COONA കാണും. അതിനെ അങ്ങ് മാറ്റിയിട്ട് പകരം എന്തിനെ കൊടുക്കുക? Hനെ കൊടുക്കുക. അപ്പോൾ CH3 Hും കൂടെ ചേർന്ന് എന്താവും? CH4. CH3 Hും കൂടെ ചേർന്ന് CH4 ആവും. അതിൻ്റെ കൂടെ പ്ലസ് ഒരു കാര്യം ഇത് പഠിച്ചു വെച്ചേക്കുക, Na2CO3 ഇതും കൂടെ കിട്ടും. നമ്മൾ നേരത്തെ NaBr കൂടെ കിട്ടുന്നത് അതിനൊക്കെ Na2CO3 കൂടെ കിട്ടും. സംഭവിക്കുന്നത് ഇങ്ങനെയാണ് പോകുന്നത്, ഇത്രയാണ് പോകുന്നത്. Na 2 C 3 Na2. പിന്നെ ഇവിടുത്തെ H ഇങ്ങോട്ട് വരുന്നത്. അത്രയും നമ്മൾ ബുദ്ധിമുട്ടി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും അത് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കാം. NaOH CO ആണെങ്കിൽ ഡീകാർബോക്സിലേഷൻ. ക്വസ്റ്റിനകത്ത് നോക്കുക, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു. ഇത് NaOH ബാർ CO ആണ്. ഇത് സാറെന്ന് പറഞ്ഞിട്ടുണ്ട്. NaOH ബാർ CO ആണെങ്കിൽ ഡീകാർബോക്സിലേഷൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും. CONA മാറ്റിയിട്ട് Hനെ കൊടുക്കുക. ആൻസർ. ഓക്കെ, വിട്ടേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? CH3 CH2 COONA NaOH ബാർ CaO. NaOH CO ഡീകാർബോക്സിലേഷൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് പോകും. ഇതിനെ മാറ്റിയിട്ട് പകരം Hനെ കൊടുക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ആൻസർ എന്തുവാ? CH3 സിംഗിൾ ബോണ്ട് CH2ൻ്റെ കൂടെ Hും കൂടെ ചേരുമ്പോൾ എന്താവും? CH3 CH2 H ഇത് രണ്ടും കൂടെ അല്ലേ ചേരുന്നത്. ഇത് മാറിയിട്ട് H വരുമ്പോഴത്തേക്ക് ഇവിടെ CH2ൻ്റെ കൂടെ Hും കൂടെ വരും. അപ്പോൾ അതിനെ ഒരുമിച്ച് എഴുതാം CH3. ആൻസർ കറക്റ്റ്. ഇതാണ് ഡീകാർബോക്സിലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേഷൻ. NaOHും CO. സിമ്പിൾ സാധനം. ഇതെനിക്ക് മനസ്സിലായി, സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്രയും മാത്രം ചെയ്താൽ മതി. NaOH CO ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ COONA കാണും ക്വസ്റ്റ്യനകത്ത്. അതിനെ അങ്ങ് മാറ്റിയിട്ട് പകരം Hനെ കൊടുക്കുക. വേറെ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. അടുത്തത് കോപ്സ് ഇലക്ട്രോളിസിസ് ആണ്. കോപ്സ് ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോപ്സ് ഇലക്ട്രോളിസിസ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം സോഡ ലൈം മനസ്സിലായി. സോഡ ലൈമിനി ആർക്കും തെറ്റാൻ പോകുന്നില്ല, തെറ്റരുത്. സോഡ ലൈം ഇതാ NaOH ബാർ CO. ഇനി കോപ്സ് ഇലക്ട്രോളിസിസ് ആണ്. കോപ്സ് ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നടക്കുന്ന ക്വസ്റ്റ്യനകത്ത് കാണും. ഓക്കെ, നോക്കാം. അതാ CH3 ആരോഗ്യമുകളിൽ ഇലക്ട്രോളിസിസ് എന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യനകത്ത് നമ്മുടെ അടുത്ത് സാറ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു, ആരോഗ്യമുകളിൽ ഇലക്ട്രോളിസിസ് എന്നോ ഇലക്ട്രിസിറ്റി എന്നുണ്ടെങ്കിൽ കോപ്സ് ഇലക്ട്രോളിസിസ് ആണ്. കോപ്സ് ഇലക്ട്രോളിസിസിൽ നമുക്ക് ആനോഡും കാഥോഡും ഉണ്ട്. ആനോഡും കാഥോഡും ഉണ്ട്. നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് ആനോഡിലാണ്. പ്രോഡക്റ്റ് കിട്ടുന്ന ആനോഡിലാണ്. പ്രോഡക്റ്റിനോടൊപ്പം നമുക്ക് ആനോഡിൽ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കിട്ടും. പ്രോഡക്റ്റ് എന്താണോ അതിനോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കിട്ടും. കാഥോഡിൽ നമുക്ക് NaOHും ഹൈഡ്രജനും കിട്ടും. NaOHും ഹൈഡ്രജനും കാഥോഡിൽ കിട്ടും. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുമല്ലോ, ഏതിലാണ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആനോഡും കാഥോഡും വേണം, എങ്കിലേ ഇലക്ട്രോളിസിസ് നടക്കത്തുള്ളൂ. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ആനോഡിലാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ആ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. കാഥോഡിൽ NaOHും CO2ഉം കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് എവിടെ കിട്ടുന്നു അതിൻ്റെ കൂടെ എന്ത് നമുക്ക് കിട്ടും, കാഥോഡിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം, എക്സാമിന് ചോദിച്ചാലും. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് എന്താണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ മാത്രം എഴുതിയാൽ മതി. കാഥോഡിൽ ആൾക്കാരെ എഴുതാൻ നിൽക്കണ്ട. ചിലപ്പോൾ എക്സാമിന് കാഥോഡിൽ എന്ത് കിട്ടുമെന്ന് പോലെ ക്വസ്റ്റ്യൻ വല്ലതായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടുമെന്നുള്ളത് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇത്രയും മാത്രം ചെയ്ത് നിങ്ങൾക്ക് വുഡ്സ് റിയാക്ഷൻ അറിയാമോ? അറിയാം. എന്തോ ചെയ്ത് ഹാലജനെ മാറ്റിയിട്ട് റിപ്പീറ്റ് ചെയ്തു. അതേ കണക്ക് തന്നെ COONA മാറ്റിയിട്ട് റിപ്പീറ്റ് ചെയ്യും. എന്ത് കിട്ടും? CH3 സിംഗിൾ ബോണ്ട് CH3 കൂടെ ഒന്നും കൂടെ കിട്ടും കാർബൺ ഡൈ ഓക്സൈഡ്. സിമ്പിൾ സാധനം, ഭയങ്കര സിമ്പിൾ സാധനം. അതൊക്കെ CH3 CH2 COONA ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് ആണോ? അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന ആനോഡിലാണ്.
ആനോഡിലാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ആനോഡിൽ എനിക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡ് എനിക്ക് എന്തായാലും കിട്ടും. അതിൻ്റെ കൂടാണ് എനിക്ക് പ്രൊഡക്റ്റിനെ കിട്ടുന്നത്. പ്രൊഡക്റ്റ് എന്തുവാ? ഇലക്ട്രോളിസിസ് അല്ലേ. അപ്പോൾ ഇതിനെ അങ്ങ് മാറ്റുക. ഇതിനെ മാറ്റിയിട്ട് ഹൈഡ്രജനെ കൊടുക്കണമായിരുന്നു. ആരായിരുന്നെങ്കിൽ NaOHും CaO ആണെങ്കിൽ ഡീകാർബോക്സിലേഷൻ. ഇതിനെ മാറ്റിയിട്ട് ഇതിനെ അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. കാരണം ഇത് ഇലക്ട്രോളിസിസ് ആണ്. ഇതിനെ മാറ്റിയിട്ട് ഇതിനെ അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? CH3 CH2. റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഇങ്ങനെ ഇടുക. അപ്പോൾ എന്ത് കിട്ടും? CH2 CH3. ഇപ്പോൾ കറക്റ്റ് ആൻസർ. ഡീകാർബോക്സിലേഷൻ, കോക്സ് ഇലക്ട്രോളിസിസ്. സിമ്പിൾ സാധനം. അപ്പോൾ 3 ആയല്ല, കോക്സ് ഇലക്ട്രോളിസിസും ആയല്ല. കൊള്ളാം. ഓക്കെ, അപ്പം കോക്സ് ഇലക്ട്രോളിസിസും ആയി. ഇനി നമ്മൾ നേരെ പോകുന്നത് കൺഫർമേഷൻസിലോട്ടാണ്. ഓക്കെ, കൺഫർമേഷൻസ് ആൽക്കൈൻസിന് മാത്രമേ കാണിക്കാൻ പറ്റൂ അല്ലേ? ആൽക്കൈൻസിന് മാത്രമേ കൺഫർമേഷൻ കാണിക്കാൻ പറ്റൂ. സി സിംഗിൾ ബോണ്ടിൻ്റെ റൊട്ടേഷൻ വഴി ഉണ്ടാകുന്ന സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻ. സി സിംഗിൾ ബോണ്ട് സിയുടെ റൊട്ടേഷൻ വഴി ഉണ്ടാകുന്ന സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻ. 2 കൺഫർമേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ന്യൂമാനിൻ്റെ കൺഫർമേഷനും രണ്ടാമത്തത് സാഹോഴ്സിൻ്റെ കൺഫർമേഷനും. എക്സാമിന് ന്യൂമാൻ ആണോ സാഹോഴ്സ് ആണോ കൺഫർമേഷൻ എഴുതാൻ ചോദിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ചോദിക്കുന്ന ഒരാളുടെ കേസ് മാത്രമേ ചോദിക്കാറുള്ളൂ. ചോദിക്കുന്നത് CH3 സിംഗിൾ ബോണ്ട് CH3 ഈഥെയ്നാണ്. ഈഥെയ്നിൻ്റെ കൺഫർമേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, ഈഥെയ്ൻ്റെ കൺഫർമേഷൻ. അപ്പം ഞാൻ ന്യൂമാനും വരയ്ക്കാൻ പോവാണ്, സാഹോഴ്സും വരയ്ക്കാം. ആദ്യം ന്യൂമാൻ വരയ്ക്കാം. ന്യൂമാൻ ഈഥെയ്ൻ ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്. ഇതിങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം, വേറെ കാര്യമൊന്നുമില്ല. നടുക്ക് കുത്ത്, ഹൈഡ്രജൻ. ഇനി രണ്ടാമത്തത് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോണേ എവിടുന്നാന്നുള്ളതാ. ഈ ഇതിൽ നിന്നാണേ ഹൈഡ്രജൻ. മൊത്തം അത്രയും വലിപ്പമാക്കരുത് കേട്ടോ. ഹൈഡ്രജൻ കണ്ടോ? വരച്ചേക്കുന്ന കണ്ടല്ലോ. ഇതേ കണക്ക് തന്നെ വരയ്ക്കണം. ഇത് 120 ഡിഗ്രി ആവണേ, അതേ രീതിയിൽ തോന്നിക്കണേ. ഇതിനെ വിളിക്കുന്ന പേര് എക്ലിപ്സ്ഡ്. ഇനി ന്യൂമാൻ്റെ വേറൊരെണ്ണം ഉണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, നടുക്ക് കുത്ത്. പഴയ കണക്കന്നെ മാറ്റമൊന്നുമില്ല. ഹൈഡ്രജൻ 120 ഡിഗ്രി ആണ്. പക്ഷേ രണ്ടാമത്തെ ആള് നേരത്തെ ഇങ്ങനെ ചേർന്നല്ലേ ഇരിക്കുന്നത് അതിൻ്റെ കൂടെ. പക്ഷെ അത് ഇപ്പം ഇങ്ങനെ ഇരിക്കും. ഹൈഡ്രജൻ കണ്ടോ? ഇങ്ങനെ ഇരിക്കും. 120 ഡിഗ്രി കണക്ക് തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചേർത്ത് നോക്കിക്കേ, 120 ഡിഗ്രി കണക്ക് തോന്നില്ലേ? ഇതിനെ വിളിക്കുന്ന പേര് സ്റ്റാഗേർഡ്. എക്ലിപ്സ്ഡും സ്റ്റാഗേർഡ്. ഇതാണ് ന്യൂമാനിൻ്റെ കൺഫർമേഷൻ. ഇനിയാണ് സാഹോഴ്സ് എണ്ണൻ്റെ വരവ്. സാഹോഴ്സിന് ഇത് കണക്ക് 2 എണ്ണം ഉണ്ട്. നമ്മൾ നോക്കുകയാണേ. ഓക്കെ ഇത് കാലൊക്കെ കണക്ക് വരച്ച് വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് കേട്ടോ സംഭവം. കാലണക്ക് വരച്ച് വെച്ചതല്ല, അങ്ങനെയാണ് പുള്ളിക്കാരൻ വരച്ചത്. പുള്ളിക്കാരൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ട് പുള്ളിക്കാരൻ വരച്ചതാണ്. ഓക്കെ, ഹൈഡ്രജൻ സിമ്പിൾ. ഹൈഡ്രജൻ. ഇതിനെ വിളിക്കുന്ന പേര് എക്ലിപ്സ്ഡ്. ഇതിനെ വിളിക്കുന്ന പേര് സ്റ്റാഗേർഡ്. ഇത് മനസ്സിലാക്കാൻ എളുപ്പം. അതായത് ഇവിടുത്തെ അതേ അറേഞ്ച്മെൻ്റ് ആയിരിക്കണം ഇവിടെയും. 2 എണ്ണം മുകളിൽ 1 എണ്ണം താഴെ. 2 ഓപ്പോസിറ്റ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ സ്റ്റാഗേർഡ്. എക്ലിപ്സ്ഡും സ്റ്റാഗേർഡ്. ഇതാണ് കൺഫർമേഷൻ. സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ് കൺഫർമേഷൻ. അപ്പോൾ ആൽക്കെയിനിൻ്റെ 4 എണ്ണമായി. സ്ഥിരം ചോദിക്കുന്ന 4 എണ്ണം. ഓക്കെ, ഇനിയാണ് അടുത്ത ആളുടെ വരവ്. അടുത്ത ആളെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്. ഇമ്പോർട്ടൻ്റ് റിയാക്ഷനിൽ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് കമ്പഷൻ, 2 ഐസോമേഴ്സ്. കൺഫർമേഷനും ഐസോമേഴ്സ് നമുക്ക് ചെയിൻ ഐസോമേഴ്സാണ് കാണിക്കുന്നത്. അപ്പം കമ്പഷനും ഐസോമേഴ്സും ഇമ്പോർട്ടൻ്റ് റിയാക്ഷനിൽ. അതും കൂടെ ആകുമ്പോഴത്തേക്ക് ആൽക്കെയിൻ കഴിയും. കമ്പഷനും ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ, ഐസോമേഴ്സും. കമ്പഷനാണ് എടുക്കുന്നതെങ്കിൽ ആൽക്കെയിൻ, ഏത് ആൽക്കെയിനോ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ആൽക്കെയിൻ എടുത്താലും കമ്പഷൻ എന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് ടെമ്പറേച്ചർ. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്
കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അല്ലാതെ വേറൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കമ്പഷനാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആൽക്കെയിനാണ്. ഏതായാലും ഏത് ഹൈഡ്രോ കാർബൺ, അത് ആൽക്കെയിൻ ആവട്ടെ, ആൽക്കീൻ ആവട്ടെ, ആൽക്കൈൻ ആവട്ടെ, ബെൻസീൻ ആവട്ടെ, ഏതാവട്ടെ, ഹൈഡ്രോ കാർബണും ഹൈഡ്രജനും മാത്രമാണെങ്കിൽ കമ്പഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, വേറെ കാര്യമൊന്നുമില്ല, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ, കണ്ണ് അടച്ച് പ്രൊഡക്റ്റ് എഴുതുക, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ. ഓക്കെ, ഇനി ഇതിനൊരു ജനറൽ ഫോമുലയുണ്ട്. കാരണം നമുക്ക് തരുന്ന ആൽക്കെയിൻ അനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെ എണ്ണമൊക്കെ എഴുതണം. അതുകൊണ്ട് ജനറൽ ഫോമുലയുണ്ട്. CnH2n+2 + O2 + 3n+1/2 O2 gives NCO2 + n+1H2. അതായത് ഇവിടെ നമുക്ക് ഒരു ഹൈഡ്രോ കാർബൺ, ഇപ്പോൾ ഞാൻ പറയുകയാണ് C2H6. ഈ ഹൈഡ്രോ കാർബണിൻ്റെ കമ്പഷൻ നടത്തുകയാണ്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. നമുക്ക് എന്തൊക്കെ കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, കൂടെ എന്തിനേയും കിട്ടും? വാട്ടറിനെയും കിട്ടും. പക്ഷേ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിനെയൊക്കെ ബാലൻസ് ചെയ്യണ്ടേ? ബാലൻസ് ചെയ്യാണ് ഈ ഇക്വേഷൻ എടുത്തേക്കുന്നത്. ഞാൻ ഗ്യാപ്പ് ഇട്ടേക്കുന്നുണ്ടോ? നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം ഗ്യാപ്പ് വിട്ടത്. നമ്പർ എഴുതാം. എങ്ങനെയാ? CnH2n+2. അപ്പോൾ n കണ്ടുപിടിക്കണം. Cn കാർബണിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറാണ് 2. അപ്പോൾ എന്നിന് പകരം എല്ലാം 2 കൊടുക്കുക. 3 × 2 6, 6 + 1 7, 7/2. അപ്പോൾ ഇവിടെ വരുന്നത് 7/2. എന്നിൻ്റെ വാല്യൂ 2 ആണ്, 2CO2. n+1 2 + 1 3, 3H2 ബാലൻസ്ഡ്. ഇതാണ് റിയാക്ഷൻ. ഇത് കമ്പഷനാണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. കണ്ണടയ്ക്കുക, കമ്പഷൻ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, വേറെ കാര്യമൊന്നുമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ മാത്രമേ കിട്ടത്തുള്ളൂ. ജനറൽ ഫോമുലയും കൂടെ ഉദ്ദേശിച്ചേക്കും. ഓക്കെ, അപ്പോൾ കമ്പഷൻ കഴിഞ്ഞു. ഇനിയാണ് അടുത്ത ആളുടെ വരവ്, ഐസോമർസം എങ്ങനെ ചെയ്യാം? ആൽക്കെയിൻ AlCl3⁻HCl എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഐസോമർസ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രശ്നമാണ് എങ്ങനെ ഐസോമർസ് എഴുതും. നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇതാ CH3 CH2 CH2 CH3 AlCl3 + HCl. ഇയാളുടെ ഐസോമർസം എഴുതാൻ പറഞ്ഞാൽ ആദ്യം ഇയാളുടെ കാർബണിൻ്റെ AlCl3⁻HCl ഐസോമർസം ആണല്ലോ. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട്, അല്ലെങ്കിൽ ഇതയാളെ തന്നിട്ട് ഐസോമർസം എഴുതാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഐസോമർസമാണ്, ഇപ്പുറത്ത് വരേണ്ടത് ഐസോമറാണ്, ഇതിൻ്റെ ഐസോമറാണ് ഇപ്പുറം വരേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലാതെ ഇയാളെ തന്നിട്ട് ഇയാളുടെ ഐസോമർസം ഏതാണെന്ന് ചോദിക്കാം. രണ്ടായാലും ഈ ക്വസ്റ്റ്യൻ തന്നെ. എങ്ങനെ ചെയ്യും? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ കാർബണിൻ്റെ ചെയിൻ വരയ്ക്കുക. C. ഇതാണ് കാർബണിൻ്റെ ചെയിൻ. ഈ ചെയിൻ ഇപ്പുറത്ത് വരാൻ പാടില്ല. ഇതല്ലാതെ വേറെ ഏത് ചെയിൻ 4 കാർബൺ വരികയും വേണം. ഇതല്ലാതെ വേറെ എന്ത് നിങ്ങൾക്ക് അപ്പുറം വരയ്ക്കാം, പക്ഷെ 4 കാർബൺ വരണം. ഞാൻ എന്താ വരയ്ക്കുന്നു. ഇതും സെയിം ആണോ? അല്ല. അപ്പം ഇതിൻ്റെ ഐസോമറാണ് ഇത്. ഈ ചെയിൻ ഇവിടെ വരാൻ പാടില്ല. ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ അതിങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് കറക്റ്റാണോ? ഇതും ഒന്നാണോ? ആണ്. കാരണം എന്താ, ഇത് താഴോട്ട് ഇതിനെ ഇങ്ങനെ ഇരിക്കുന്ന ആളെ നമ്മൾ മടക്കി ഇങ്ങോട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇത് 3 പോയാൽ എങ്ങനെ ആവും? ഇങ്ങനെ തന്നെയാവും. അതുകൊണ്ട് ഇതും ഒന്നാണ്. അതുകൊണ്ട് ഇതിനെ അപ്പുറം വരയ്ക്കാൻ പറ്റത്തില്ല. അതേസമയം ഇതിന് നൂരാൻ പറ്റൂല്ല. ഇതിന് നൂരാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നൂരാൻ പറ്റത്തില്ല. ഐസോമർസം ആണെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിനെ തന്നെ വരയ്ക്കാവുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് തന്നിരിക്കുന്ന ആളുടെ കാർബണെ നിരത്തി അങ്ങോട്ട് ഇടുക. ഈ ചെയിൻ വരാത്ത ആളെ ഇപ്പുറം വരയ്ക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വരച്ച് വെക്കുക. എന്നിട്ട് കാർബൺ, ഇനി എന്തിൻ്റെ എണ്ണം കൊടുക്കുക? ഹൈഡ്രജൻ്റെ എണ്ണം കൊടുക്കുക. ഇവിടെ കാർബണിൻ്റെ 1 വാലൻസി, ബാക്കി 3 ഹൈഡ്രജൻ. ഇവിടെ കാർബണിൻ്റെ 3 വാലൻസി, ബാക്കി 1 ഹൈഡ്രജൻ. ഇവിടെ 3 ഹൈഡ്രജൻ. ഇതാണ് ഇതിൻ്റെ ഐസോമർസം. വേറെ കാര്യമൊന്നുമില്ല, കഴിഞ്ഞു. ഇതാ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുമായി, ഇമ്പോർട്ടൻ്റ് റിയാക്ഷനുമായി. അപ്പോൾ ആൽക്കെയിൻ കഴിഞ്ഞു. ആൽക്കെയിൻസിനകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. പക്ഷെ അത് എവിടെ പഠിക്കും? നമ്മൾ ബെൻസീനകത്തായിരിക്കും അത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ആൽക്കെയിനും കൊണ്ടിരിക്കരുത്, ചെയ്യുക, പോവുക.
ആൽക്കൈൻ ഇനി ഏത് ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് HSS.live എടുക്കുക, ആൽക്കൈൻസിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക, മൊത്തം അങ്ങോട്ട് ചെയ്യുക, വേറെ കാര്യമൊന്നുമില്ല. രണ്ടാമത്തെയാണ് നമുക്ക് ആൽക്കീൻ വരുന്നത്. ആൽക്കീൻസിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജോമെട്രിക്കൽ ഐസോമർസ് ആണ്. ജോമെട്രിക്കൽ ഐസോമർസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന കാർബണിൽ സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് സിസ് എന്നും, അല്ലേ? ഗ്രൂപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്തുവാ? ട്രാൻസ് എന്നുമാണ്. ഗ്രൂപ്പ് ഒരേ സൈഡിൽ വന്നാൽ, മുകളിലാണെങ്കിൽ രണ്ടും മുകളിൽ, താഴെയാണെങ്കിൽ രണ്ടും താഴെ, അതിനെ വിളിക്കുന്ന പേരാണ് സിസ്. ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്. സിസും ട്രാൻസും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോമെട്രിക്കൽ ഐസോമർസത്തിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആരാണ് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുന്നത്? ഇതാണ് വർഷങ്ങളായിട്ട് ഓടുന്ന ക്വസ്റ്റ്യൻ. ഞാൻ പഠിച്ച സമയം തൊട്ട് കൂടുന്ന ക്വസ്റ്റ്യനാണിത്. ബ്യൂട്ട് 1 വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കില്ല. അതിനെ കാണുന്നത് അറിയാമോ? വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു കേസ് നമുക്കിവിടെ വരുന്നില്ല, അതുകൊണ്ടാണ് അവർ ചോദിക്കാത്തത്. പക്ഷേ എൻട്രൻസ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേറെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്കിവിടെ അതൊന്നും ആവശ്യമില്ല. ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ഇതാണ് സ്ഥിരമായിട്ട് ഓടുന്നത്. ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ഇതിൽ ആരാണ് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുന്നത്? അപ്പം നമുക്ക് ബ്യൂട്ട് 1 ബ്യൂട്ട് 2 വരയ്ക്കാം. ബ്യൂട്ട് 1 വരയ്ക്കാം. ബ്യൂട്ട് 1 2 3 4 കാർബൺ. ബ്യൂട്ട് 1 2 3 4 കാർബൺ. ഇനി 1 ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, അപ്പോൾ ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട്. 2 രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട്. ഇനി ഹൈഡ്രജനെ കൊടുക്കാം. ഇവിടെ ബാക്കി 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. ഇനി നമുക്ക് സിസും ട്രാൻസും ഉണ്ടോ നോക്കാം. ബ്യൂട്ട് 1 ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. പഠിച്ചു വെച്ചേക്കാം. ബ്യൂട്ട് 1 ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. ബ്യൂട്ട് 2 ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ട്. അതിൽ ഇത് സിസ്, ബ്യൂട്ട് 2 സിസ് ആണിത്. ഇത് ബ്യൂട്ട് 2 ട്രാൻസ്. സിസും ട്രാൻസും ബ്യൂട്ട് 1 ബ്യൂട്ട് 2. ഓക്കെ, അപ്പോൾ ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആർക്കാ ജോമെട്രിക്കൽ ഐസോമർസം ഉള്ളത്? ബ്യൂട്ട് 2 പഠിച്ചു വെച്ചാണ് ബ്യൂട്ട് 2. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല ഇതിൽ നിന്ന്? ചോദിക്കാം. ദാ നോക്കി, ഇവിടെ നോക്കി. ദാ പ്രൊപ്പ് 1 ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കൂ? ഇല്ല. പ്രൊപ്പ് 1 ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. പ്രൊപ്പ് 2 എന്ന് പറയുന്ന ആളില്ല. പ്രൊപ്പ് 1 മാത്രമേ ഉള്ളൂ. പ്രൊപ്പ് 1 2 3 2 എങ്ങനെ വരയ്ക്കും? രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, അത് ഒന്നാമത്തെ കാർബണിൽ തന്നെയാണ്. പ്രൊപ്പ് 1 മാത്രമേ ഉള്ളൂ. അതാ CH2 CH CH3 C ഡബിൾ ബോണ്ട് C H CH3 H H. ഇതാണ് പ്രൊപ്പ് 1 സ്ട്രക്ചർ. ഇതിന് ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. അപ്പോൾ പ്രൊപ്പ് 1 പ്രൊപ്പ് 2 ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. അപ്പം ഇനിയിപ്പം പ്രൊപ്പ് 1 പ്രൊപ്പ് 2 തന്നിട്ട് ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. എന്നിട്ട് ഇതങ്ങ് വരച്ചു നോക്കും. ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ടോ? ബ്യൂട്ട് 2 ഉണ്ട്, ബ്യൂട്ട് 1 ഇല്ല. കഴിഞ്ഞു, വേറെ കാര്യമൊന്നുമില്ല. ഇനി ഈഥീൻ ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ടോ? ഇല്ല. അപ്പം എന്താ ജോമെട്രിക്കൽ ഐസോമർസം ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാം അങ്ങ് തന്നിട്ടുണ്ടേ. ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആർക്കാ? ബ്യൂട്ട് 2 സിസും ട്രാൻസും വരച്ചിട്ടേക്കുന്നു. ബ്യൂട്ട് 1 ഇല്ല. പ്രൊപ്പ് 1 പ്രൊപ്പ് 2 രണ്ടിനും ഇല്ല. ഈഥീൻ ഇല്ല. കഴിഞ്ഞു, ജോമെട്രിക്കൽ ഐസോമർസം കഴിഞ്ഞു. വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല, ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ. കൊള്ളാല്ലേ? ഓക്കെ, ഇനി അടുത്തവൻ്റെത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അവനാണ് O3 HBr. രണ്ടും നമുക്കും കൂടെ നോക്കാം. ആദ്യം O3, സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ O3. CH2 ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻസിലാണ് O3 വരുന്നത്. O3 എന്ത് ചെയ്യണം?
രണ്ട് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്ന് ഇങ്ങനെ മാത്രം തരാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആരോ ഇട്ടിട്ട് ബി എന്നും പറഞ്ഞ് തരാം. ഇങ്ങനെ തന്നാൽ നിങ്ങൾ എയും ബിയും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതിൽ ബി മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഒന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോകും. ഇതിനെ എങ്ങനെ ചെയ്യാം? ഡബിൾ ബോണ്ട് അങ്ങ് മായ്ക്കുക. ഡബിൾ ബോണ്ട് മായ്ച്ചു. 3 ഓക്സിജൻ, ഒരു ഓക്സിജൻ ഇവിടെ കൊടുക്കുക, ഒരു ഓക്സിജൻ ഇവിടെ കൊടുക്കുക, രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാം. രണ്ടിനെയും കൂടെ ബ്രിഡ്ജ് ചെയ്ത് ഒരു ഓക്സിജൻ. ആഹാ, കൊള്ളാം. ഇതിനെ വിളിക്കുന്ന പേര് ഒസണൈഡ്. ആഹാ. വീണ്ടും ഇതിന് ശേഷം Zn ആൻഡ് H2, സിങ്കും വാട്ടറും. ദാ ഇങ്ങനെ കട്ടാവും. ആഹാ, കട്ടാവും നോക്കിക്കോണേ, കട്ടാവും നോക്കണതാ, ഇങ്ങനെ കട്ടാവും, ഇങ്ങനെ കട്ടാവും. ഇങ്ങനെ എഴുതണം പ്രോഡക്റ്റ്. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞേ. CH2O CH2. അപ്പോൾ എന്ത് കിട്ടി? 2 CH2. 2 CH2. ഈ CH2O എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ അങ്ങനെ എഴുതരുത്, അതിന് പകരം HCHO എന്ന് എഴുതണം. അപ്പം 2 HCHO. അപ്പോൾ CH2 ഇതൊന്ന് എഴുതരുത്. CH2O എന്നാണ് കിട്ടുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് എന്താക്കുക? HCHO ആക്കുക. അപ്പം 2 HCHO ആണ് നിങ്ങൾക്ക് ആൻസറായിട്ട് കിട്ടും. ആഹാ, ഓസനോളിസിസ് സിമ്പിളാണല്ലേ. ഒന്നും കൂടെ നോക്കാം നമുക്കിതാ. CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതിൻ്റെ ഓസനോളിസിസ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും, O3. എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് മായ്ക്കാം. CH3 CH CH2 ഡബിൾ ബോണ്ട് ഞാൻ മായ്ച്ചു. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാം. രണ്ടിനെയും കൂടെ ബ്രിഡ്ജ് ചെയ്തൊരു ഓക്സിജൻ. കൊള്ളാമല്ലേ, ഒസണൈഡ്. അതിനുശേഷം ആരോ കൊടുക്കുന്നു? സിങ്കും H2യും. സമ്മതിച്ചു, സിങ്ക് H2. കട്ട് ചെയ്യുന്നതാ, ഇങ്ങനെ കട്ട് ചെയ്യുന്നു. CH3 CHO. CH3 CHO പ്ലസ് CH2 എന്ന് എഴുതരുത്, പകരം എന്താണെന്ന് എഴുതണമെന്നാണ് പറഞ്ഞാൽ HCHO. ഒരെണ്ണമല്ലേ ഉള്ളൂ CH2O, അപ്പം HCHO. സിമ്പിൾ. ഇതാണ് ഓസനോളിസിസ്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ദാ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് O3, ആരോ കൊടുക്കുന്നു A, ആരോ കൊടുക്കുന്നു സിങ്ക് H2O B. എയും ബി എഴുതാൻ പറയും. A എന്തുവാ? ഇത്. B എന്തുവാ? ഇത്. ഇതിങ്ങനെയും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. ഇത്രയും മാത്രം ചോദിക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് O3. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എയിൽ നിർത്തരുത്. എവിടെ കൊണ്ടു നിർത്തണം? ബിയിൽ കൊണ്ടുവന്നേ നിർത്താവും. ഇങ്ങനെ ചോദിച്ചാൽ ആദ്യം A എഴുതുക, പിന്നെ Zn ബാർ H2 കൊടുത്തിട്ട് B എഴുതുക. O3 ഓസനോളിസിസ് കഴിഞ്ഞു. O3യുടെ കേസ് കഴിഞ്ഞു. ഇനിയും HBr ആണ്. HBr ഇച്ചിരി പ്രശ്നക്കാരനാണ്. HBr നമ്മളത് HBrലോട്ട് പോവാണ്. HBr ഇച്ചിരി പ്രശ്നക്കാരനാണ് കേട്ടോ. HBr നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് തരികയാണെങ്കിൽ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. HBr ആണ് നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് തരുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കുക, ആ ക്വസ്റ്റ്യനകത്ത് HBr ഉണ്ട്. അപ്പം ഇത് അങ്ങേര് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. HBr ആണ് ക്വസ്റ്റ്യനകത്ത് വരുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡും നോക്കുക. 2 സൈഡും ഒരേ കണക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഒറ്റ പ്രൊഡക്റ്റ്. ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡും ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. ഡബിൾ ബോണ്ട്. അപ്പോൾ HBr ആഡ് ചെയ്യുന്നു. അപ്പം HBrൻ്റെ കൂടെ തന്നേക്കുന്ന ആളെ നോക്കുക. ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡ് നോക്കുക. 2 സൈഡ് ഒരേ കണക്കാണല്ലോ, അപ്പോൾ ഒരു പ്രൊഡക്റ്റേ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഡബിൾ ബോണ്ട് 2 സൈഡും ഡിഫറൻ്റ് ആണ്, അപ്പോൾ 2 പ്രൊഡക്റ്റ് എനിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് എഴുതി നോക്കാം. പ്രൊഡക്റ്റ് എഴുതുന്നത് സിമ്പിളാണ്. ഇവിടെ നോക്കേ, ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡും സെയിമാണ്. ഡബിൾ ബോണ്ടിൻ്റെ ഇപ്പുറത്തെ സൈഡ് CH2, ഇപ്പുറത്തെ സൈഡും CH2 ഒരേ കണക്ക് ഇരിക്കുക. ഇവിടെ ഡബിൾ ബോണ്ടിൻ്റെ ഈ സൈഡ് CH3H, ഇവിടെ CH3CH, ഈ സൈഡ് CH2 ഡിഫറൻ്റാണ്. അപ്പോൾ ഇവിടെ 2 പ്രൊഡക്റ്റ്, ഇവിടെ ഒരു പ്രൊഡക്റ്റ്. ഇവിടുത്തെ ആ ഒരു പ്രൊഡക്റ്റിനെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതുക. ഡബിൾ ബോണ്ട് പൊട്ടിക്കുക, സിംഗിൾ ബോണ്ട് ആക്കുക, Hനെ ഇവിടെ കൊടുക്കുക, Brനെ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ Brനെ ഇവിടെ കൊടുക്കുക, Hനെ ഇവിടെ കൊടുക്കുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതും. ഇത് തന്നെ ഇവിടെ നടക്കുന്നത്, പക്ഷെ അവിടെ നമ്മൾ 2 എണ്ണം എഴുതണമെന്നേ ഉള്ളൂ.
ഇവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആ ഡബിൾ ബോണ്ട് പൊട്ടി ഒരു കാർബണിൽ എച്ച് കയറും, ഒരു കാർബണിൽ ബി ആർ കയറും. ആദ്യം എച്ച് രണ്ടാമത് ബി ആർ, അല്ലെങ്കിൽ ആദ്യം ബി ആർ രണ്ടാമത് എച്ച്, എങ്ങനെയാണെങ്കിലും എഴുതാം. ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡും സെയിം ആണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എഴുതാവും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കൊടുക്കാം, എച്ച് ബി ആർ കൊടുക്കാം, അല്ലെങ്കിൽ ബി ആർ എച്ച് കൊടുക്കാം, നിങ്ങൾ ഇഷ്ടമുള്ള രീതി കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, ആദ്യം ബി ആർ രണ്ടാമത് എച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം എച്ച് രണ്ടാമത് ബി ആർ എടുക്കാം, ഏതായാലും ഒന്നേ എഴുതാവും. ഓക്കെ, അപ്പോൾ എന്താ CH2 കൂടെ ബി ആർ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി, CH2 കൂടെ എച്ചും കൂടെ ചേരുമ്പോൾ CH3 ഒരു പ്രൊഡക്റ്റ്. ഇതേ എഴുതാവും, ഇനി എഴുതാൻ നിൽക്കരുത്. ഇവിടെ നോക്കി HBr ഡബിൾ ബോണ്ട് അപ്പുറം ഇപ്പുറം ഡിഫറെൻ്റ് ആൾക്കാർ രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. ആദ്യത്തെ പ്രൊഡക്റ്റ്, ഒന്നാമത്തെ പ്രൊഡക്റ്റ് എച്ച് ഇവിടെ ബി ആർ ഇവിടെ, ഒന്നാമത്തത് പറഞ്ഞേ. ഒന്നാമത്തെ പ്രൊഡക്റ്റ് എച്ച് ഇവിടെ ബി ആർ ഇവിടെ പറഞ്ഞേ. CH3 അതേ കണക്ക് തന്നെ സിംഗിൾ ബോണ്ട്, CHൻ്റെ കൂടെ എച്ചും കൂടെ ചേരുമ്പോൾ CH2, ഡബിൾ ബോണ്ട് എന്താവും, സിംഗിൾ ബോണ്ട് ആവും. CH2ൻ്റെ കൂടെ ബി ആർ ചേരുമ്പോൾ CH2 ബി ആർ. രണ്ടാമത്തെ ആൾ തിരിച്ച് ബി ആർ ഇവിടെ എച്ച് ഇവിടെ, രണ്ടാമത്തത് പറഞ്ഞേ. CH3 CHൻ്റെ കൂടെ ബി ആർ സിംഗിൾ ബോണ്ട്, CH2ൻ്റെ കൂടെ എച്ച് CH3. ഇവിടെ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ്, അതായത് ഡബിൾ ബോണ്ടിന് അപ്പുറവും ഇപ്പുറവും ഡിഫറെൻ്റ് ആൾക്കാരാണെങ്കിൽ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. അവിടെ നമുക്ക് ഒരു റൂള് ഫോളോ ചെയ്യണം. അത് മാർക്കോണിക്സ് ഓഫ് റൂളും ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളുമാണ്. അപ്പം ഇതിൽ ഏതാണ് മേജർ ഏതാണ് മൈനർ എന്ന് പറഞ്ഞിരുന്ന റൂളാണ് മാർക്കോണിക്സ് ഓഫും ആൻറ്റി മാർക്കോണിക്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഇതിൽ ഒരാൾ മേജറും ഒരാൾ മൈനറുമാണ്. അതിൽ ഏത് മേജർ ഏത് മൈനറും തീരുമാനിക്കുന്ന രണ്ട് റൂളാണ്. ഒന്ന് മാർക്കോണിക്സ് ഓഫും രണ്ടാമത്തത് ആൻറ്റി മാർക്കോണിക്സ് ഓഫ്, അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ്, അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ്. ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂൾ, പെറോക്സൈഡ് എഫക്റ്റ്. ഇതിൽ ഏത് റൂൾ എടുക്കണം, മേജറിനെയും മൈനറിനെയും കണ്ടുപിടിക്കാൻ. കാരണം രണ്ട് പ്രൊഡക്റ്റ് വരുമ്പോൾ ഒന്ന് മേജർ ഒന്ന് മൈനറുമാണ്. അപ്പോൾ മേജറിനെയും മൈനറിനെയും കണ്ടുപിടിക്കാൻ ഏതെടുക്കണം, അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, റൂള് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് പെറോക്സൈഡ് എന്നോ ആരോയ്ക്ക് മുകളിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ക്വസ്റ്റ്യനകത്ത് നോക്കുക. ഇവിടെ പെറോക്സൈഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആരോയ്ക്ക് മുകളിലൊന്നും എഴുതിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ മാർക്കോണിക്സ് ഓഫ് റൂളാണ്. മാർക്കോണിക്സ് ഓഫ് റൂള് പറയുന്നത് ബി ആർ പോകുന്നത് ഡബിൾ ബോണ്ട് ഫോം ചെയ്തതിൽ ആർക്കാണോ ഹൈഡ്രജൻ കുറവ് അങ്ങോട്ടായിരിക്കും. ബി ആർ പോകുന്നത് ഡബിൾ ബോണ്ട് ഫോം ചെയ്തതിൽ ആർക്കാണോ ഹൈഡ്രജൻ കുറവ് അങ്ങോട്ടായിരിക്കും. ഇതാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്തത്. ഇവിടെ രണ്ട് ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടാണ് ഹൈഡ്രജൻ കുറവ്. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ബി ആർ വരുന്നത്. ഇങ്ങോട്ട് ബി ആർ വരുന്നത് രണ്ടാമത്തെയാണ്. അപ്പോൾ രണ്ടാമത്താണ് മേജർ. ഇതെന്തായിരിക്കും, മൈനർ ആയിരിക്കും. ഇതാണ് മാർക്കോണിക്സ് ഓഫ്. ഇനി ഈ ആരോയ്ക്ക് മുകളിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെറോക്സൈഡ് എന്നോ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോണിക്സ് ഓഫിൻ്റെ ഓപ്പോസിറ്റ് ആവും. അതായത് മാർക്കോണിക്സ് ഓഫ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതുക, പക്ഷെ മേജറിനെ എന്താക്കുക, മൈനർ ആക്കുക, മൈനറിനെ എന്താക്കുക, മേജർ ആക്കുക. അതാണ് ആൻറ്റി മാർക്കോണിക്സ് ഓഫ് റൂളിൻ്റെ ഓപ്പോസിറ്റ്, ആൻറ്റി മാർക്കോണിക്സ് ഓഫ്. അപ്പോൾ HBr വന്നാൽ നിങ്ങൾ നോക്കേണ്ടത് HBrൻ്റെ രണ്ട് സൈഡ് നോക്കുക, ഡബിൾ ബോണ്ട് രണ്ട് സൈഡ് നോക്കുക, രണ്ട് സൈഡും സെയിം ആണോ നോക്കുക. സെയിം ആണെങ്കിൽ കുഴപ്പമില്ല, ഒരെണ്ണം എഴുതുക. ഡിഫറൻ്റ് ആണെങ്കിൽ ആദ്യം എച്ച് രണ്ടാമത് ബി ആർ, ആദ്യം ബി ആർ രണ്ടാമത് എച്ച്, അങ്ങനെ പ്രൊഡക്റ്റ് എഴുതുക. എന്നിട്ട് അതിലൊന്ന് മേജറും ഒന്ന് മൈനറും ആയിരിക്കും. ആരോയ്ക്ക് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഒന്നുമില്ല, മാർക്കോണിക്സ് ഓഫ്. ബി ആർ പോകുന്നത് ഡബിൾ ബോണ്ട് ഫോം ചെയ്ത് ആർക്കാണോ ഹൈഡ്രജൻ കുറവ് അങ്ങോട്ടായിരിക്കും, അത് മേജർ, മറ്റേത് മൈനർ. ആരോഗ്യ മുകളിൽ പെറോക്സൈഡ് ഒന്നുണ്ട്. അപ്പം മാർക്കോണിക്സ് ഓഫ് റൂൾ വെച്ചിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് ഞാൻ എഴുതി, മേജറും മൈനറും കണ്ടുപിടിച്ചു. മേജറിനെ മൈനർ ആക്കണം, മൈനറിനെ മേജർ ആക്കണം, കഴിയും. ഇതാണ് HBrൻ്റെ അഡിഷൻ. അപ്പോൾ ഡബിൾ ബോണ്ട് രണ്ട് സൈഡ് നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റിനെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ HBr വരും. ഇനി അടുത്തത് ലിൻലാർഡ്സ് കാറ്റലിസ്റ്റും ആൽക്കഹോളിക് KOH-ഉമാണ്. ഈ ലിൻലാർഡ്സ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ പ്ലസ് പലേഡിയം കാർബൺ അല്ലെങ്കിൽ ബേരിയം സൾഫേറ്റ്, കാർബൺ അല്ലെങ്കിൽ ബേരിയം സൾഫേറ്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ലിൻലാർഡ്സ് കാറ്റലിസ്റ്റ്. പിന്നെ ആൽക്കഹോളിക് KOH, ഇത് രണ്ടെണ്ണം. ഇവിടെ ഹൈഡ്രജൻ പലേഡിയം കാർബൺ അല്ലെങ്കിൽ ബേരിയം സൾഫേറ്റ് ആണ്. ഇപ്പോൾ നോക്കി, ട്രിപ്പിൾ ബോണ്ട് CH, ട്രിപ്പിൾ ബോണ്ട് CH, ഓക്കെ, പ്ലസ് ഹൈഡ്രജൻ പലേഡിയം കാർബൺ, കാൽഷ്യം കാർബണേറ്റ്, ബേരിയം സൾഫേറ്റ് അല്ല, കാൽഷ്യം കാർബണേറ്റ്.
ഇങ്ങനെയാണെങ്കിൽ ഇത് ലില്ലാർഡ്സ് കാറ്റലിസ്റ്റ് ആണ്. സംഭവിക്കുന്നത് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. അതായത് CH ഡബിൾ ബോണ്ട് CH ആവും. ഹൈഡ്രജൻ കൊടുത്തിട്ടില്ലേ, ഒരു ഹൈഡ്രജൻ ഇവിടെ കയറും, ഒരു ഹൈഡ്രജൻ ഇവിടെ കയറും. അപ്പോൾ എന്താവും CH2. ഇതാണ് ലില്ലാർഡ്സ് കാറ്റലിസ്റ്റ്. സിമ്പിളാണ്. പിന്നെ കിട്ടുന്ന പ്രൊഡക്റ്റ് സിസ് ആയിരിക്കും എന്നും കൂടെ പഠിച്ചു വെച്ചേക്കാം. അത് നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും പഠിച്ചു വെച്ചേക്കാം. സിസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ആൽക്കഹോളിക് KOH ആണ്. ഇപ്പോൾ ഇത്രയും മാത്രമാണ് വെച്ചാൽ ട്രിപ്പിൾ ബോണ്ട് ലില്ലാർഡ്സ് കാറ്റലിസ്റ്റ് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന ഒരു ബോണ്ട് പൊട്ടും, 2 കാർബണിൽ ഓരോ ഹൈഡ്രജൻ കയറും, ഡബിൾ ബോണ്ട് ആവും. ആൽക്കഹോളിക് KOH ആണെങ്കിൽ അതാണ് നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ ലില്ലാർഡ്സ് കാറ്റലിസ്റ്റ് ജസ്റ്റ് ഓർത്തിരിക്കുക. ആൽക്കഹോളിക് KOH പറയാം. ആൽക്കഹോളിക് KOH രണ്ടും ഒരുമിച്ച് പറയാമേ. രണ്ടും ഒരേ കണക്ക് തന്നെ പഠിക്കുന്ന ആൽക്കഹോളിക് KOHും കോൺസെൻട്രേറ്റഡ് H2SO4. ആൽക്കഹോളിക് KOH ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. CH3 CH2 Cl ആൽക്കഹോളിക് KOH. ഇത്രയുള്ള സംഭവം. ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ പോകും. എന്ത് കിട്ടും? ഇവിടുന്ന് ഹൈഡ്രജൻ പോകുമ്പോൾ അതെന്താവും? CH2 ആവും. CH2 സിംഗിൾ ബോണ്ട്. ഇവിടുന്ന് Cl കൂടെ പോകുമ്പോൾ വീണ്ടും എന്താവും? CH2 ആവും. 2 പേർക്ക് ഓരോരുത്തർ പോയതുകൊണ്ട് ഡബിൾ ബോണ്ട് ആവും. ഇത്രയേ ഉള്ളൂ. ആൽക്കഹോളിക് KOH ആണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ഹാലജനെ കളയുക. ഹാലജൻ ഏതോ ക്ലോറിനോ ബ്രോമിനോ എന്തോ ആയിക്കോട്ടെ, അതിനെ മാറ്റുക. അത് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനെയും കൂടെ കളയുക. 2 പേർക്കിടയ്ക്ക് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇതാ ഇവിടുന്ന് ഹൈഡ്രജൻ പോകുന്നതുകൊണ്ട് ഇതിനെ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഹൈഡ്രജനും ഹാലജനും പോകുന്നതുകൊണ്ട് ഡീഹൈഡ്രോ ഹാലജനേഷൻ അങ്ങനെയും വിളിക്കാറുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒന്നും കൂടെ ഞാൻ ചെയ്ത് നോക്കാം. CH3 CH2 CH2OH Cl ആൽക്കഹോളിക് KOH. പറഞ്ഞേ. ഹാലജൻ പോവും. ഇവിടെ Clന് പകരം Br എടുക്കുകയാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ, ഇതാണ് തൊട്ടടുത്തത്. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത്. ഇവിടുന്ന് ഹൈഡ്രജനും കൂടെ പോകും. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ബാക്കി എന്താ? CH3 സിംഗിൾ ബോണ്ട്. CH2ൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ CH, പിന്നെ CH2ൻ്റെ കയ്യിൽ നിന്ന് Br പോകുമ്പോൾ CH2. ഇവിടുന്നാണ് പോയത്. അപ്പോൾ അവർക്കിടയിൽ ഏത് ബോണ്ടാവും? ഇതാണ് ആൽക്കഹോളിക് KOH. ഇനിയാണ് നമുക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 വരുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ എന്നാണ്. രണ്ടും ഒരേ കണക്ക് തന്നെയാണല്ലോ. ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ. ഇത് ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണെങ്കിൽ ഇത് ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ആര് എലിമിനേറ്റ് ചെയ്യും? വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഇവിടെ ഡീഹൈഡ്രോ ഹാലജനേഷൻ ഹൈഡ്രജനും ഹാലജനും കൂടെ എലിമിനേറ്റ് ചെയ്തു. ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഇത് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാലോ നോക്കാം. CH3 CH2OH കോൺസെൻട്രേറ്റഡ് H2SO4. സംഭവിക്കത്തില്ല. നേരത്തെ നമ്മൾ ഹാലജൻ പോയില്ലേ, അതിന് പകരം OH പോവും. OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. ഇവിടുന്ന് ഹൈഡ്രജനും കൂടെ പോവും. OHും കൂടെ ചേർന്ന് വാട്ടറോ. പിന്നെ പറഞ്ഞേ CH3 മാറി CH2 ആയി. പിന്നെ സിംഗിൾ ബോണ്ട് CH2. ഇവർക്കിടയിൽ ഏത് ബോണ്ട് വരും? ഡബിൾ ബോണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് കോൺസെൻട്രേറ്റഡ് H2SO4 വന്നാലുള്ള കാര്യം. ഓക്കെ. അപ്പം കോൺസെൻട്രേറ്റഡ് H2SO4ഉം ആൽക്കഹോളിക് KOHും ഒരേ കണക്ക് തന്നെ പഠിക്കുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം കോൺസെൻട്രേറ്റഡ് H2SO4 ആൽക്കഹോളിക് KOH രണ്ടും ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷൻ. ഹാലജൻ പോവും. ആൽക്കഹോളിക് KOH ആണെങ്കിൽ ഹാലജൻ പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. ഡീഹൈഡ്രോ ഹാലജനേഷൻ. OH പോവും. OH അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും. ഡീഹൈഡ്രേഷൻ. ഓക്കെ. രണ്ടും ക്ലിയർ ആയി. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ്റെ സെക്ഷനകത്ത് നമുക്ക് ബെൻസീൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു പഠിക്കാനുള്ളത്. അത് നമ്മൾ ബെൻസീൻ പറയുമ്പോഴത്തേക്ക് പറയാം. ഓക്കെ. അതുകൊണ്ട് ആ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ അവിടെ വിട്ടേക്കാണ്. ബെൻസീനകത്ത് നമുക്കത് പറയാം. ആ റിയാക്ഷൻ മാത്രമേ നമുക്കവിടെ പഠിക്കാനുള്ളൂ. പിന്നെ ആൽക്കൈനാണ്. ആൽക്കൈൻ്റെ കേസിൽ ആദ്യം കാൽഷ്യം കാർബൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ. ഒറ്റ പ്രിപ്പറേഷനേ ഉള്ളൂ. കാൽഷ്യം കാർബൈഡ് എടുക്കുന്നു, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു.
കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും, കൂടെ C2H2 കിട്ടും. ഇതാണ് പ്രിപ്പറേഷൻ. സ്ഥിരം ചോദിക്കുന്നതാണ് കാൽഷ്യം കാർബൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ. കാൽഷ്യം കാർബൈഡ് എടുക്കുന്നു, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു, നമുക്ക് എത്തിലീൻ അസറ്റ്ലീനും കിട്ടും, C2H2. ഫസ്റ്റ് മെമ്പർ CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതിനെ വിളിക്കുന്ന പേരാണ് C2H2. കഴിഞ്ഞു പ്രിപ്പറേഷൻ. ബെൻസീൻ അല്ലല്ലോ, കാൽഷ്യം കാർബൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ. രണ്ടാമത്തത് അസിഡിറ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോളാം, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആൽക്കൈനാണ് ഏറ്റവും അസിഡിക്. അതിനെക്കാട്ടി അസിഡിറ്റി കുറവാണ് ആർക്ക്? ആൽക്കീനിന്. അതിനെക്കാട്ടിയും കുറവാണ് ആർക്ക്? ആൽക്കൈനിന്. കാരണം ആൽക്കൈനിൻ്റെ എസ് ക്യാരക്ടർ കൂടുതലാണ്, 50% എസ് ക്യാരക്ടർ. ആൽക്കീൻസിൻ്റെ കേസിൽ എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് 33%. ആൽക്കൈൻ്റെ കേസിൽ എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് 25%. എസ് ക്യാരക്ടർ കൂടുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ അസിഡിറ്റിയും കൂടും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, 3 പേരെ തന്നിട്ട് ഇതിൽ ആരാണ് അസിഡിക് എന്ന് ചോദിക്കുകയാണ്. ആൽക്കൈനുണ്ട്, ആൽക്കൈനുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെ എഴുതണം? ആൽക്കൈനെ എഴുതണം. എന്താ റീസൺ എന്ന് വെച്ചാൽ ആൽക്കൈൻസിന് എസ് ക്യാരക്ടർ കൂടുതലാണ്, അതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും, അതുകൊണ്ട് അസിഡിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, 3 എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ആരാണ് മോർ അസിഡിക് എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിനകത്ത് ആരാണ് ആൽക്കൈൻ എന്ന് നോക്കുക, അതായിരിക്കും കൂടുതൽ അസിഡിക്. സിമ്പിൾ സാധനം. ഓക്കെ, അപ്പോൾ അത് സ്ഥിരം എക്സാമിന് നമുക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ആരാണ് കൂടുതൽ അസിഡിക് എന്നുള്ളത്. പിന്നെ ഈ ആൽക്കൈനിൽ തന്നെ എൻഡിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നതായിരിക്കും മോർ അസിഡിക്. അതായത് ഒരു ആൽക്കൈൻ എന്ന്, ഫോർ എക്സാമ്പിൾ CH3 സിംഗിൾ ബോണ്ട് CH3, CH2 ഡബിൾ ബോണ്ട് CH2, CH ട്രിപ്പിൾ ബോണ്ട് CH, ഇവരെ 3 പേരെയും തന്നിട്ട് ഇതിൽ ആരാണ് മോർ അസിഡിക് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതിൽ ആരാ മോർ അസിഡിക്? ട്രിപ്പിൾ ബോണ്ടാണ് മോർ അസിഡിക്, ഫസ്റ്റ് വൺ. പിന്നെ അത് ഡബിൾ ബോണ്ട്, പിന്നെ ഇത് സിംഗിൾ ബോണ്ട്. ഇനിതാ ഇവരെ 3 പേരെയും തന്നിട്ട് ഇതിൽ ആരാണ് കൂടുതൽ അസിഡിക് എന്ന് ചോദിക്കുകയാണ്. ഇവരെ 3 പേരെയും തന്നിട്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എൻഡിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നതാണ് മോർ അസിഡിക്. ഇതിൻ്റെ എൻഡിലാണ് ട്രിപ്പിൾ ബോണ്ട്, ഇതിൻ്റെയും എൻഡിലാണ്, ഇതിൻ്റെ എൻഡിലല്ല. അപ്പോൾ എൻഡിൽ വരുന്നതാണ് മോർ അസിഡിക്. എൻഡിൽ തന്നെ കാർബണിൻ്റെ എണ്ണം കുറയും തോറും അസിഡിറ്റി കൂടും. ഇതിനകത്ത് ആർക്ക് അസിഡിറ്റി കൂടുതൽ? ഇയാൾക്ക്. കാർബണിൻ്റെ എണ്ണം കുറവ് ഇവിടെ, പിന്നെ ഇയാൾ എൻഡിലല്ല, അതുകൊണ്ട് പിന്നെ ഇയാൾ. പ്രത്യേകം പഠിച്ചു വെച്ചേക്കുക, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് അസിഡിറ്റി. അസിഡിറ്റിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് ക്യാരക്ടർ 50% നമ്മുടെ ആൽക്കൈൻസ് ട്രിപ്പിൾ ബോണ്ടുകളുടെ കേസിൽ എസ് ക്യാരക്ടർ കൂടുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, അതുകൊണ്ട് എന്തും കൂടും? അസിഡിറ്റിയും കൂടും. ആൽക്കീൻസ് ഇവരെ 3 തന്നു കഴിഞ്ഞാൽ ആൽക്കൈൻസിന് തന്നെ അസിഡിറ്റി ആയിട്ട് എഴുതാം. ആൽക്കൈൻസ് ആണ് തരുന്നതെങ്കിൽ എൻഡിൽ ട്രിപ്പിൾ ബോണ്ട്, അറ്റത്ത് അത് തുടക്കമോ അവസാനമാകാം, അറ്റങ്ങളിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നതാണ് മോർ അസിഡിക്. പിന്നെ അറ്റങ്ങളിൽ ട്രിപ്പിൾ ബോണ്ട് തന്നെ വന്ന 2 എണ്ണം വന്നു കഴിഞ്ഞാൽ കാർബണിൻ്റെ എണ്ണം കുറഞ്ഞ ആൾ ചൂസ് ചെയ്യും. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ബെൻസീൻ്റെ കേസിലായിരിക്കും പഠിക്കുന്നത് കേട്ടോ. ഇതിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മളത് ബെൻസീനകത്തേ പഠിക്കത്തുള്ളൂ. ഇനിയാണ് നമ്മുടെ ബെൻസീനിൻ്റെ വരവ്. ബെൻസീൻ ഒന്നാമത്തത് പ്രിപ്പറേഷൻ. സ്ഥിരം ചോദിക്കുന്ന 3 പ്രിപ്പറേഷൻ, സ്ഥിരം ചോദിക്കുന്ന 3 പ്രിപ്പറേഷൻ. 1, ഇയാളെ വിളിക്കുന്ന പേര് ഫീനോൾ പ്ലസ് ഫീനോൾ എടുക്കുന്നു. സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ പ്ലസ് ZnO. Zn വന്ന് ഓയെ കൊണ്ടും H അവിടെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണ് ഒന്നാമത്തത്. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? രണ്ടാമത്തത് N-ഹെക്സൈൻ എന്ന് പറയുമ്പോൾ ഇതൊരു ആൽക്കൈൻ എക്സാമ്പിളാണ്. ഞാൻ പറഞ്ഞു ആൽക്കൈൻസിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് റിയാക്ഷനകത്ത് നമ്മളിത് പറയുമെന്ന് പറഞ്ഞായിരുന്നു. അത് ബെൻസീൻ്റെ കേസിലാണ് പറയാൻ പോകുന്നത്. N-ഹെക്സൈൻ റിയാക്ട് വിത്ത് MO2O3 V2O5 Cr2O3
773 കെൽവിൻ 10 to 20 ATM. ഈ ഒറ്റ റിയാക്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. ഹെക്സൈൻ 6 കാർബൺ വരുന്ന ആൽക്കെയിൻ ഇന്നതിൽ ഏതെങ്കിലും ഒരാൾ മുകളിൽ CR2O3 MO2O3 V2O5 10 to 20 ATM 773 കെൽവിൻ ആണോ? പ്രോഡക്റ്റ് ബെൻസീൻ. അടുത്തത് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ബെൻസീനകത്ത്? CH ട്രിപ്പിൾ ബോണ്ട് CH 3 ഇത് ആൽക്കൈനാണ്. ആൽക്കൈൻ. റെഡ് ഹോട്ട് അയൺ ട്യൂബ്. റെഡ് ഹോട്ട് അയൺ ട്യൂബ് എന്തോ കിട്ടുന്ന? ബെൻസീൻ. 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 ഈ 3 പ്രിപ്പറേഷൻ. ഫീനോളി എന്നുള്ളത് ആൽക്കൈനായ ഹെക്സൈനി എന്നുള്ളത് ആൽക്കൈനായ നമ്മുടെ CH ട്രിപ്പിൾ ബോണ്ട് CH ഈഥൈനിൽ നിന്നുള്ളത്. ഇത് 3 ഉറപ്പായിട്ടും പഠിക്കണം. ഉറപ്പായിട്ടും പഠിക്കണം. ഹെക്സൈൻ, MO2O3 V2O5 CR2O3 ഇതൊക്കെ ആണെങ്കിൽ ഇപ്പുറത്തെ ബെൻസീൻ വരയ്ക്കുക. ഇപ്പുറത്തെ കിടക്കുന്ന ആളെ പോലും നിങ്ങൾ നോക്കണ്ട. റെഡ് ഹോട്ട് അയൺ ട്യൂബ് ആണോ? ഇപ്പുറത്തെ ബെൻസീൻ വരയ്ക്കുക. ഇവിടെ കിടക്കുന്ന ആളെ പോലും നിങ്ങൾ നോക്കണ്ട. ആൻസർ ഇതാ. വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല ഇതിൽ നമുക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്രിപ്പറേഷനായി. ഇനി അഡിഷൻ റിയാക്ഷൻ. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഡിഷൻ റിയാക്ഷൻ എഴുതിയിടാം. ഇതേ കണക്ക് തന്നെ അങ്ങ് പഠിച്ചോളൂ. ഇതേ കണക്ക് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല നമുക്ക്. ഇതേ കണക്ക് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ബെൻസീൻ ഹൈഡ്രജൻ നിക്കൽ ചൂടാക്കുന്നു. ബെൻസീൻ ഹൈഡ്രജൻ നിക്കൽ ചൂടാക്കുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തതാ ഇങ്ങനെ വരയ്ക്കും. ഇത് ബെൻസീൻ, അകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് ബെൻസീൻ അല്ല, സൈക്ലോഹെക്സെയിൻ, അകത്ത് ഡബിൾ ബോണ്ട് ഇല്ല. ഇവിടെ എല്ലാ കാർബണിലും ഒരു ഹൈഡ്രജൻ വീതമേ ഉള്ളൂ. ഇവിടെ അങ്ങനല്ല. എല്ലാ കാർബണിലും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. കഴിഞ്ഞു. ഒന്നാമത്തെ അഡിഷൻ റിയാക്ഷൻ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. രണ്ടാമത്തെ അഡിഷൻ റിയാക്ഷൻ ബെൻസീൻ. എടുക്കുന്ന ആള് ക്ലോറിൻ. കണ്ടീഷൻ UV 500 ഡിഗ്രി സെൽഷ്യസ്. UV അല്ലെങ്കിൽ HNU എന്നും പറഞ്ഞവർ തരും. UV 500 ഡിഗ്രി അല്ലെങ്കിൽ HNU. കിട്ടുന്ന പ്രോഡക്റ്റ് ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, എല്ലായിടത്തും ക്ലോറിൻ അല്ലേ? ഇതെന്താ? എത്ര ക്ലോറിൻ? ഹെക്സാ ക്ലോറോ സൈക്ലോ ഹെക്സൈൻ. ഡബിൾ ബോണ്ട് എല്ലാം പൊട്ടി എല്ലായിടത്തും ക്ലോറിൻ വരും. ഹൈഡ്രജൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഹൈഡ്രജൻ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ക്ലോറിനും കൂടെ വരും. ഇവിടെ ഹൈഡ്രജൻ്റെ കൂടെ ഹൈഡ്രജനും കൂടെ വരും. അവിടെ ഹൈഡ്രജൻ്റെ കൂടെ ക്ലോറിനും കൂടെ വരും. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. ഹൈഡ്രജൻ നിക്കൽ ചൂടാക്കുന്നു. ക്ലോറിൻ UV അല്ലെങ്കിൽ 500 ഡിഗ്രി അല്ലെങ്കിൽ HNU എന്ന് പറഞ്ഞു തരും. ഇതാണെങ്കിൽ ഈ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് ഇത് മാത്രം വരച്ചാലും മതി. റിങ് മാത്രം വരച്ചാലും മതി, ഡബിൾ ബോണ്ട് കൊടുക്കാതെ. ഇതാകുമ്പോൾ ക്ലോറിൻ കൊടുത്ത് വരയ്ക്കാം. 2 അഡിഷൻ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് H2 നിക്കലും 2 ക്ലോറിൻ UVയും. 2 അഡിഷൻ റിയാക്ഷൻ 2. ഇനി അടുത്തത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് 4 ഉണ്ട്. ഒന്ന് ഹാലജനേഷൻ. ഇങ്ങനെ തന്നെ പഠിക്കുക. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ കേട്ടോ. വേറെ മാറ്റമൊന്നുമില്ല. ബെൻസീൻ ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. ബെൻസീൻ ഇതേ കണക്ക് തന്നെ തരും. ഹാലജൻ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ AlBr3. ബെൻസീൻ റിങ്ങിന് മുകളിൽ C. ക്ലോറിൻ ആണെങ്കിൽ Cl, ബ്രോമിൻ ആണെങ്കിൽ Br, ക്ലോറിൻ ആണെങ്കിൽ AlCl3, ബ്രോമിൻ ആണെങ്കിൽ AlBr3. ഓക്കെ, ഇതേ സെയിം റിയാക്ഷൻ തന്നെ, ഹാലജനേഷൻ തന്നെ, മാറ്റമൊന്നുമില്ല. ബെൻസീൻ, ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ, അൺഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ AlBr3, ഡാർക്ക് കോൾഡ്
ഇതാണ് കണ്ടീഷനെങ്കിൽ ബെൻസീൻ റിങ് ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ Cl, എല്ലായിടത്തും Cl. നേരത്തെ നമ്മൾ ഇതാണ് ഒരെണ്ണം ചെയ്തു, പക്ഷെ അവിടെ ക്ലോറിൻ UV ആയിരുന്നു, അവിടെ ഒരു ഡബിൾ ബോണ്ട് ഇല്ലായിരുന്നു, ക്ലോറിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ഡബിൾ ബോണ്ട് അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ രണ്ടും ശ്രദ്ധിച്ചോണേ, ക്ലോറിൻ ബ്രോമിനും വരാം. ബ്രോമിൻ എന്ന് ഇവിടെ എല്ലാം ബ്രോമിൻ വരും. ബ്രോമിൻ അല്ലെങ്കിൽ ക്ലോറിൻ AlCl3 അല്ലെങ്കിൽ ഇത് മാത്രമാണെങ്കിൽ ഒരിടത്തേ കൊടുക്കാവൂ. ഡാർക്ക് കോൾഡും കൂടെ താഴെ ഉണ്ടെങ്കിൽ മൊത്തം കൊടുക്കണം. ഇതാണ് ഒരു റിയാക്ഷൻ. ഹാലജനേഷൻ. ബെൻസീൻ എടുക്കുന്നു, ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അൺഹൈഡ്രസ് Al ഏതാണോ ഹാലജൻ അതിൻ്റെത്. ഇതാണ് ഒരു റിയാക്ഷൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം ഇങ്ങനെ തന്നെ ചോദിക്കുക, ഇത്രയും മാത്രം തരും ഇത് എഴുതാൻ പറയും, ഇത്രയും മാത്രം തരും ഇത് എഴുതാൻ പറയും. രണ്ടാമത്തത് നൈട്രേഷൻ. നൈട്രേഷൻ ബെൻസീൻ റിങ് നൈട്രേഷൻ ആകുമ്പോഴത്തേക്ക് HNO3 കാണും, കൂടെ H2SO4. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നൈട്രേഷൻ ആണ്. അത് രണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബെൻസീൻ റിങ്ങിന് മുകളിൽ NO2 എന്ന് കൊടുക്കും, നൈട്രേഷൻ. അടുത്തത് സൾഫണേഷൻ. സൾഫണേഷൻ ആകുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് H2SO4. H2SO4 HNO3 ഉണ്ടെങ്കിൽ നൈട്രേഷൻ ആണ്, H2SO4 മാത്രമാണെങ്കിൽ സൾഫണേഷൻ ആണ്. ബെൻസീൻ റിങ്ങിന് മുകളിൽ SO3H. അപ്പം നൈട്രേഷനും സൾഫണേഷനും. നൈട്രേഷൻ ആകുമ്പോഴത്തേക്ക് NO2 മുകളിൽ, സൾഫണേഷൻ ആകുമ്പോഴത്തേക്ക് SO3H. നൈട്രേഷൻ ആകുമ്പോൾ HNO3 H2SO4 വേണം, സൾഫണേഷൻ ആകുമ്പോൾ H2SO4 മാത്രം മതി. ഓക്കെ, അപ്പം നൈട്രേഷൻ ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ, മാറ്റമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. ലാസ്റ്റ് വൺ, ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. അതിലൊന്ന് ആൽക്കൈലേഷൻ. ഇത് ചോദിക്കുന്ന കേട്ടോ സ്ഥിരം എക്സാമിന്. PV ആണേ പരീക്ഷയ്ക്ക് വരുന്നത്, PV ആണ്. ദാ ബെൻസീൻ റിങ്, ഇനി പരീക്ഷയ്ക്ക് വരാനൊന്നുമില്ല, പരീക്ഷ അറ്റത്തെത്തി. ബെൻസീൻ റിങ് പ്ലസ് RH ആൽക്കൈൽ ഹാലൈഡ്. അതെന്താ ഇങ്ങനെ തരാം, CH3Cl എന്ന് പറഞ്ഞു തരാം, അല്ലെങ്കിൽ CH3CH2Cl എന്ന് പറഞ്ഞു തരാം, ഇങ്ങനെയൊക്കെ തരാം. ഇത് ഈ കാർബണിന്റെ ചെയിനെയാണ് നമ്മൾ R എന്നും ഹാലജനെയാണ് നമ്മൾ X എന്നും വിളിക്കുന്നത്, RH. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlX3. ഏത് X ആണോ, Cl ആണെങ്കിൽ Cl3, Br ആണെങ്കിൽ Br3. നമുക്ക് കിട്ടുന്നത് ബെൻസീൻ റിങ്ങിന് മുകളിൽ ഇവിടെ എടുത്തേക്കുന്ന R ഏതാണോ അത് വരും. CH3 ആണെങ്കിൽ CH3 വരും, CH3CH2 ആണെങ്കിൽ CH3CH2 വരും, R മുകളിൽ വരും. ഇതേസമയം ഇതേ റിയാക്ഷൻ തന്നെ X2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബെൻസീൻ റിങ്ങിന് മുകളിൽ X വരും. പക്ഷെ നമ്മൾ X2 അല്ല എടുക്കുന്ന RX ആണ്, അപ്പം R വരും. അത് ആൽക്കൈലേഷൻ ആണ്. X എടുത്താൽ അത് ഹാലജനേഷൻ ആണ്. രണ്ടാമത്തത് അസൈലേഷൻ. ബെൻസീൻ റിങ് എടുക്കുക, ഓക്കെ, ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, RCOX. ഈ ആറിനും എക്സിനും ഇടയ്ക്ക് ഒരു COയും കൂടെ വരും. മറ്റേത് മാറ്റമില്ല, അൺഹൈഡ്രസ് AlX3. ഇത് രണ്ടും മാറ്റമില്ല, ഈ RXന്റെ കൂടെ ഒരു COയും കൂടെ വരും. അപ്പോൾ എന്തോ സംഭവിക്കുന്നത്, ബെൻസീൻ റിങ്ങിന് മുകളിൽ R മാത്രമല്ലേ വന്നിട്ടുള്ളൂ, ഇപ്പം അങ്ങനെയല്ല, X പോവും, ഇവിടെ X പോവും, അപ്പോൾ RCO വരും, COR വരും, RCOയ്ക്ക് വരും, COR വരും. ദാറ്റ് ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത്രയുമാണ് നമുക്ക് ഹൈഡ്രോ കാർബൺസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഇനി നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട, വേറെ ഒന്നിനെ പറ്റി നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടിട്ട്, ഇതിപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതൊക്കെ ആയിരിക്കും, മിക്കവരും പഠിച്ചു കാണില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ HSS.live പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് ഹൈഡ്രോ കാർബണിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, ഹൈഡ്രോ കാർബൺ എടുത്തിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകാം, എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പല കാര്യങ്ങളും നമ്മുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. HSS.live ആകുമ്പോൾ പല ക്വസ്റ്റ്യനും എക്സ്ട്രാ വരുന്നുണ്ട്, അത് നമുക്ക് സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് പഠിപ്പിച്ചില്ലല്ലോ എന്ന് കയറി പറഞ്ഞു കളയരുത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിപ്പം ഈ സിലബസിൽ ചോദിക്കുന്നത്, അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് പോയി ഹൈഡ്രോ കാർബൺ അറ്റൻഡ് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.